രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം. നാരായണീയം 6ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ഇതിനു മുമ്പുള്ളത് വേണ്ടവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. അതിനകത്ത് നാരായണീയമുണ്ട്. തിങ്കളാഴ്ച 3 മണിക്ക് നാരായണീയം, ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയം, വ്യാഴാഴ്ച 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ്, പിന്നെ കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നുള്ള വീഡിയോ കാണണം. ഉടൻ തന്നെ കൃഷ്ണൻ്റെ അവതാരമായ ബുദ്ധനെക്കുറിച്ചുള്ളത് വരുന്നു. നമുക്ക് സമയമില്ല, ഇത് ഒരുപാട് നേരം നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പം നമുക്ക് നേരിട്ട് കിടക്കാം, പ്രാർത്ഥിക്കാം. ഓം മഹാഗണപതയേ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന രാധാറാണി അമ്മ കി ജയ്. സർവ്വ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. ഇതാ നാരായണീയം 6ാമത്തെ ശ്ലോകം നമ്മുടെ കല ടീച്ചർ സൂപ്പറായി പാടുന്നു. കേട്ടോളൂ. തത്തേ പ്രത്യഗ്രധാരലളിതകളായാവലീകേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീനിശങ്കലീലാനിലയനല അമൃതസ്യന്തസന്തോഹം അന്ത സിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. അപ്പോൾ കല ടീച്ചർ പാടിയത് കേട്ടല്ലോ. അപ്പം ഞാനിത് വായിക്കാം, അർത്ഥങ്ങളൊക്കെ അല്പ സ്പീഡിന് പറഞ്ഞു തരാം, പിന്നെ ഓരോ വരി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സ്ലോ ചെയ്യാം അല്ലേ. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഗുരുവായൂർ അമ്പലത്തിൽ എനിക്ക് വെച്ചുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ സാക്ഷാൽ ഗുരുവായൂരപ്പനെ കാണാൻ പോയി, തൊഴുതിട്ട് ഇറങ്ങിയപ്പോൾ എനിക്കൊരാഗ്രഹം, എനിക്കൊരു നാരായണീയം കിട്ടിയെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നിന്നൊരു നാരായണീയം വായിക്കണം.
അപ്പം ഞാൻ തൊഴുതിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു മമ്മിയൂരും മറ്റുമൊക്കെ തൊഴുതിട്ട് വന്നിട്ട് വാങ്ങിക്കാം. അവിടെ അങ്ങ് തൊഴാൻ പോയി വിട്ടുപോയി. പിറ്റേന്നും രാവിലെ തൊഴാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ഓർത്തതാണ്, മറന്നുപോയി. തിരിച്ചു ഉച്ചയ്ക്ക് നമ്മൾ ഗുരുവായൂർ ഉള്ള സ്റ്റേഷനിൽ നിന്നുള്ള ട്രെയിൻ ഉണ്ടല്ലോ, അതിൽ കയറി ഇറങ്ങിയിട്ട് ജനശതാബ്ദിയിലാണ് ഞാൻ കൊല്ലത്തേക്ക് വരുന്നത്. സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത്, അയ്യോ നാരായണീയം വാങ്ങിച്ചില്ലല്ലോ, ഗുരുവായൂരപ്പ കഷ്ടമായല്ലോ. അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറിയിരുന്നു. എൻ്റെ ഓപ്പോസിറ്റ് സീറ്റിൽ ഒരു സ്ത്രീ വന്നിരുന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ ഈ സീറ്റിൽ ആളുണ്ടോ എന്ന് ആദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ട്രെയിൻ പതുക്കെ അങ്ങോട്ട് നീങ്ങി തുടങ്ങി. അതുവരെ ഞങ്ങളൊന്നും സംസാരിച്ചില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, സാറ് ഗുരുവായൂർ പോയിട്ട് വരികയാണോ? ഞാൻ പറഞ്ഞ അതെ. ഞാൻ ചോദിച്ചു, മോമോ? ഞാൻ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്, ദേവസ്വത്തിലാണ് ഇവിടെ വന്നത്. ഇത്രയും പറഞ്ഞിട്ട് ബാഗ് തുറന്ന് ഒരു നാരായണീയം എടുത്ത് എനിക്ക് തന്നിട്ട് പറഞ്ഞു, സാറേ രോമാഞ്ചം വരും, സാറേ എനിക്ക് ഒരു നാരായണീയപ്പം ഇവിടുന്ന് കിട്ടിയതാണ്, ഇത് സാറിനിരിക്കട്ടെ, എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ 2 കൈയും കൂപ്പി ഇങ്ങനെ ഒന്ന് തൊഴുതിട്ട് അതങ്ങ് വാങ്ങിച്ചു, ആ നാരായണീയം വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയവികാരം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹൃദയവികാരമാണ് എനിക്ക് ആ സമയത്തുണ്ടായത്. പിന്നെ അതിനുശേഷം എനിക്ക് ആ മോമിൻ്റെ നമ്പർ ചോദിക്കണമെന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ചോദിക്കുന്നത് മോശമല്ലേ? നമ്മൾ പരിചയമില്ലാതെ ഒരു സ്ത്രീ വന്നു അവരോട് നമ്പർ ചോദിച്ചാൽ അവരെന്ത് വിചാരിക്കുമെന്ന് എനിക്ക് അറിയില്ലല്ലോ, അവർക്ക് എന്നെ അറിയില്ല. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ അധികം ഒന്നും സംസാരിച്ചിട്ടില്ല. അമ്പലത്തെ പിന്നെ തൃശ്ശൂർ ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, മോം എൻ്റെ ഹെൽപ്പ് വേണോ? ഒന്നും വേണ്ട സാറേ എന്ന് പറഞ്ഞ് അങ്ങ് നടന്നു പോവുകയും ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ മോം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെ എനിക്കൊരു ഡയറിയും കിട്ടിയിട്ടുണ്ട്, ആ മോം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഫോണിലെ വാട്സപ്പ് നമ്പർ 96453339 ഇട്ടിട്ട് സാറേ ഞാനാണ് അതൊന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര സന്തോഷമായി. കാരണം അന്ന് തൊട്ട് എനിക്ക് കൺഫ്യൂഷനാണ്, ഇത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നോ അതോ ഗുരുവായൂരപ്പൻ പറഞ്ഞു വിട്ട ആളാണോ? പിന്നെ ഗുരുവായൂരപ്പൻ നേരിട്ട് വന്ന് തരാൻ തക്കവണ്ണം എനിക്കൊരു യോഗ്യതയുമില്ല, ഞാനൊരു പുഴുവാണ്. അതുകൊണ്ട് ഒരാളെ പറഞ്ഞു വിട്ടതാണ്. ദയവ് ചെയ്ത് ആ മോം ഇത് കേൾക്കുന്നെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ അത് ഇടണേ. അപ്പം ഞാനിനി കടക്കാം. തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം ലാവണ്യ സൈകസാരം സുഹൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മി നിശങ്ക ലീലാ നിലയനമൃത സ്യന്ത സന്തോഹമന്ത സിഞ്ചത് സഞ്ചിന്തകാനാം വപുരനു കലയേ മാരുതാ ഗാരനാഥ. അപ്പൊ തത്തേ, തത്തേ എന്ന് പറഞ്ഞാൽ പിരിച്ചെഴുതുമ്പോൾ തത് അധികം തേയാണ്. തത്തേ എന്ന് പറഞ്ഞാൽ ആ എന്നാണ് അർത്ഥം. അതിൻ്റെ കൂടെ ഇതിൽ അവസാനിക്കുന്ന വാക്കായ വപുവും കൂടെ ചേരും, അതാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, തത്തേ സമം ആ, തത്തേ വപു സമം ആ ശരീരം, പ്രത്യഗ്ര പ്രത്യഗ്ര സമം ഇട്ടിട്ട് പുതിയ പുതിയ, ധാരാധര അർത്ഥം മേഘത്തിൻ്റെയും, ലളിതം അർത്ഥം മനോഹരം. ഞാൻ ഇച്ചിരി സ്പീഡിന് പോവുകയാണ്, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വന്നോളണം, വരികൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പതുക്കെ പോകാം. കളായാവലി കായാമ്പൂവിൻ്റെ കൂട്ടം, കേളീകാരം കളിയാക്കുന്നതും, ലാവണ്യസ്യ ഭംഗിയുടെ, ഏകസാരം ഒറ്റ സത്തായതും, ചേർത്തെഴുതുമ്പം ലാവണ്യസേകസാരം. അടുത്തത് ലാവണ്യസൈക സാരം, സുഹൃതി സുഹൃതം പുണ്യം. അടുത്തത് സുഹൃതി ജനം, സുഹൃതി ജന പുണ്യവാന്മാർ. ദൃശാം കണ്ണുകൾക്ക്. അടുത്തത് സുഹൃതി ജന ദൃശാം പുണ്യവാന്മാരുടെ കണ്ണുകൾക്ക്. പൂർണ്ണ പുണ്യാവതാരം അർത്ഥം തികഞ്ഞ പുണ്യത്തിൻ്റെ അവതാരവും, തികഞ്ഞ പുണ്യത്തിൻ്റെ അവതാരവും. നിശങ്ക സമം സംശയമില്ലാതെ. ലക്ഷ്മി നിശങ്ക അർത്ഥം ലക്ഷ്മി ദേവിക്ക് യാതൊരു സംശയവും കൂടാതെ. ലീല ലീല കേളികൾ, ലീല നിലയനം, നിലയനം എന്ന് പറഞ്ഞാൽ ഭവനം സ്ഥലം, എന്നിട്ട് എഴുതണം ലീല നിലയനം, കേളിയാടാനുള്ള ലീലകളാടാനുള്ള സ്ഥലം. സ്യന്ത സന്തോഷം, മനസ്സിലല്ലേ? ആദ്യം അമൃത, അമൃത അറിയാം, അമൃതം. സ്യന്ത ഒഴുക്ക്,
സന്തോഹം കറന്നെടുക്കുക. അമൃതസെന്ത സന്തോഹം അർത്ഥം എഴുതണം. അമൃതിൻ്റെ ഒഴുക്കിനെ കറന്നെടുത്ത് ചൊരിയുക. അമൃതിൻ്റെ ഒഴുക്കിനെ കറന്നെടുത്ത് ചൊരിയുക. അന്ത സമം ഉള്ളിൽ, ഉള്ളിൽ. സിഞ്ചത്, സിഞ്ചത് സമം ചൊരിയുന്നത് അല്ലെങ്കിൽ വർഷിക്കുന്നത്. സഞ്ചിന്തകാനാം, സഞ്ചിന്തകാനാം ചിന്തിക്കുന്നവർക്ക്. വപു ശരീരം. അനുകലയെ ഞാൻ ധ്യാനിക്കുന്നു. അപ്പോൾ വപുരനുകലയെ ശരീരത്തെ ഞാൻ ധ്യാനിക്കുന്നു. മാരുതാകാരനാഥ, ഗുരുവായൂരിലെ നാഥ, അതായത് ഗുരുവായൂരപ്പൻ. അപ്പോൾ വപുരനുകലയെ ശരീരത്തെ ഞാൻ ധ്യാനിക്കുന്നു. മാരുതാകാരനാഥ അർത്ഥം ഗുരുവായൂരപ്പ. അല്പ സ്പീഡിന് പറഞ്ഞെങ്കിലും ഒന്ന് പോസ് ചെയ്താൽ അത് കിട്ടും. അപ്പോൾ ഇനി ഞാൻ ഒന്നാമത്തെ വരി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നമുക്ക് പതുക്കെ പോവാം. അപ്പോൾ ഒന്നാമത്തെ വരി ശ്രദ്ധിച്ചു കേട്ടോളണം. ഇത് വളരെ എളുപ്പമാണ്. ഈ 4 വരികളും നമ്മൾ ഇതുവരെ കണ്ട 5 ശ്ലോകത്തിനെ കണക്കത്ര പ്രയാസമുള്ളതല്ല, വിവരിക്കേണ്ടതുമല്ല. തത്തേ, തത്തേ എന്ന് പറഞ്ഞാൽ ആ ശരീരം. തത്തേ വപു എന്നാണ്. അപ്പൊ തത്തേ എന്നാണ് തുടക്കത്തിൽ എഴുതിയിരിക്കുന്നതെങ്കിലും 4ാമത്തെ വരിയുടെ അവസാനം കിടക്കുന്ന വപുവുമായിട്ടാണ് ഇത് ചേരുന്നത്. തൽക്കാലം തത്തേ ആ ശരീരം. പ്രത്യഗ്ര, പ്രത്യഗ്ര പുതിയ, ആ ശരീരം പ്രത്യഗ്ര പുതിയ. ധാരാധര, ധാരാധര മേഘത്തിൻ്റെയും, ധാരാധര മേഘത്തിൻ്റെയും. ലളിത, ലളിത മനോഹരം. കളായാവലി, കളായാവലി കായാമ്പൂവിൻ്റെ കൂട്ടത്തെയും. അപ്പൊ തത്തേ ആ ശരീരം. ആരുടെ ശരീരം? ഭഗവാന്റെ ശരീരം. പ്രത്യഗ്ര പുതിയതായിട്ടുള്ള. ധാരാധര കാർമേഘത്തിൻ്റെയും. ലളിത കളായാവലി മനോഹരമായ കായാമ്പൂവിൻ്റെയും കൂട്ടത്തെ. വലി എന്ന് പറഞ്ഞാൽ കൂട്ടത്തെയും. കേളീകാരം, കേളീകാരം അതിനെ രണ്ടിനെയും കളിയാക്കുന്നതാണ്. ഈ ശ്ലോകം, 6ാമത്തെ ശ്ലോകം ഇത്ര എളുപ്പമാകുന്നത് ഇതിൽ ഭട്ടതിരിപ്പാട് ഗഹനമായ തത്വങ്ങളൊന്നും പറയുന്നില്ല. പകരം ഭഗവാന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? ആകാശത്ത്. അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞാൽ കാർമേഘ വർണ്ണനാണ്. ആകാശത്ത് കാർമേഘങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരും. ആകാശത്ത് രൂപം കൊള്ളുന്ന കാർമേഘത്തിനൊരു പ്രത്യേക ചന്തമാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. കാർമേഘത്തിൻ്റെ നിറമെന്ന് പറയുന്നത് കറുപ്പാണോ? അല്ല. കടും നീലയാണോ? അല്ല. ഇതൊന്നുമല്ലാത്ത, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, കൃത്യമായി നിർവചിക്കാൻ പറ്റാത്ത ഒരു നിറമാണ് കാർമേഘം. കാർമേഘത്തിൻ്റെ നിറം അതിമനോഹരവുമാണ്. അതുപോലെയാണ് കായാമ്പൂ. പൂക്കളിൽ വെച്ച് എന്ത് മനോഹരമാണ് കായാമ്പൂ. കായാമ്പൂവിന് കൃഷ്ണവർണ്ണമാണ്. അതുകൊണ്ടല്ലേ കായാമ്പൂ കണ്ണിൽ വിടരൂന്നെങ്ങാണ്ട് പറഞ്ഞൊരു പാട്ടൊക്കെ തന്നെ ഇല്ലേ? അപ്പോൾ ഓർമ്മിക്കുക, കാർമേഘത്തിനും കൃഷ്ണൻ്റെ നിറമാണ്, കായാമ്പൂവിനും കൃഷ്ണൻ്റെ നിറമാണ്. കായാമ്പൂവിൻ്റെ അത്ര ഭംഗിയുള്ള മറ്റൊരു പുഷ്പവുമില്ല. അതുകൊണ്ട് ആ പുഷ്പങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കൃഷ്ണവർണ്ണമുള്ള പുഷ്പങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായിട്ട് കാണുന്നത് കായാമ്പൂവിനെയാണ്. അപ്പം നീല നിറത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കാർമേഘവും കായാമ്പൂ എന്ന് പറയുന്ന പുഷ്പവുമാണ്. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നീല നിറമുണ്ടല്ലോ. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നീല നിറത്തിൻ്റെ മുന്നിൽ ഈ കായാമ്പൂവിൻ്റെ കൂട്ടങ്ങളെങ്ങും ഒന്നുമല്ല, കാർമേഘങ്ങളുമെങ്ങും ഒന്നുമല്ല. ഭഗവാനും കായാമ്പൂവും കൂടെ നിന്നാൽ ആളുകൾ കായാമ്പൂവിനെ കളിയാക്കും, കാർമേഘത്തെ കളിയാക്കും. നിൻ്റെതൊക്കെ എന്ത് നിറം കണ്ടില്ലേ? കാർമുകിൽ ഒളി വർണ്ണൻ്റെ നിറം കണ്ടില്ലേ? ഇതാണ് നിറമെന്ന് പറയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായ? അപ്പൊ എന്താണ് ആ വരി ഉൾപ്പെടെ നോക്കേ? തത്തേ ആ ശരീരം
പ്രത്യഗ്ര പുതിയ ധാരാധര മേഘത്തുണ്ടല്ലോ, മേഘത്തിൻ്റെയും ലളിത കളായാവലി അതിമനോഹരമായ കായാമ്പൂവിൻ്റെ കൂട്ടത്തെയും കേളീകാരൻ കളിയാക്കുന്നതാണ്. അതുകൊണ്ട് അല്ലയോ കായാമ്പൂവേ, അല്ലയോ കാർമേഘമേ, ഇനി മുതൽ പറയരുത് നിങ്ങളാണ് അതിമനോഹരരെന്ന്. അല്ല, കാർവർണ്ണൻ, ഞങ്ങളുടെ കാർവർണ്ണനുണ്ട്, കാർമേഘത്തെക്കാളും കായാമ്പൂവിനെക്കാട്ടിയും അതീവ സുന്ദരനാണ് ഞങ്ങളുടെ കാർവർണ്ണൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്ന് വരെ ഉണ്ടായിരുന്ന സൗന്ദര്യ സങ്കല്പങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ഒന്നൊന്നര വരവ് തന്നെയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജനനം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. അതിനു മുമ്പ് ആർക്കും ഈ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് തൊലി വെളുത്തത് ഇങ്ങനെയൊക്കെയായിരുന്നു ഒരു ചിന്ത. പക്ഷേ ഇവിടെ സൗന്ദര്യത്തിൻ്റെ ധാരണകളെ മാറ്റിമറിച്ച ആളാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. തൊലി വെളുത്തതാണ് സൗന്ദര്യം എന്ന സങ്കല്പത്തെ പാടെ പിഴുതെറിഞ്ഞത് ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനെ വല്ലാണ്ട് സ്നേഹം വരുമ്പോൾ രാധ വിളിച്ചിരുന്നത് ഏയ് കറുമ്പ, സായിപ്പ് പറയുന്നത് ഡാക്മാൻ എന്നാണ് സായിപ്പ് പറയുന്നത്. അപ്പൊ സൗന്ദര്യ സങ്കല്പത്തെ വെല്ലുവിളിച്ചു. അപ്പൊ എന്താണ് ഈ സൗന്ദര്യം? അതെന്നാലോചിച്ചോക്കെ. എന്താണ് സൗന്ദര്യം? തൊലിയുടെ നിറമല്ല സൗന്ദര്യം. തൊലിയുടെ നിറമാണെങ്കിൽ വെളുത്തതാണ് സൗന്ദര്യം. കാർമേഘവർണ്ണൻ എങ്ങനെയാണ് സുന്ദരനായിട്ട് മാറിയത്? പിന്നെയോ, നിങ്ങൾ കണ്ണുകൊണ്ട് എന്തെങ്കിലും കാണുമ്പോഴും കാതുകൊണ്ട് എന്തെങ്കിലും കേൾക്കുമ്പോഴും കൈകൾ കൊണ്ട് തൊടുമ്പോഴും ഏതെങ്കിലും ഒരു സാധനം നാവിൽ വെച്ച് രുചിക്കുമ്പോഴും എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മണക്കുകയോ ചെയ്യുമ്പോഴും നമുക്ക് വല്ലാണ്ട് ആനന്ദവും തൃപ്തിയുമൊക്കെ തരുന്നതെന്തോ അതിൻ്റെ പേരാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. നല്ലതുപോലെ മനസ്സിലായ? അപ്പോൾ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കാണുമ്പോൾ നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാകുന്നുവെങ്കിൽ അത് സൗന്ദര്യമുള്ളതാണ്. നിങ്ങൾ തൊട്ടു നോക്കുമ്പോൾ ആനന്ദം ഉണ്ടാകുന്നെങ്കിൽ സൗന്ദര്യമാണ്. നിങ്ങൾ രുചിച്ചു നോക്കുമ്പോൾ ആനന്ദം ഉണ്ടാകുന്നെങ്കിൽ സൗന്ദര്യമാണ്. അതുകൊണ്ടാണ് പലരുടെയും സൗന്ദര്യ സങ്കല്പം പലതായി പോയത്. ഇപ്പം ഞാനൊരു സാധനത്തെ കാണുമ്പോൾ എനിക്ക് ആനന്ദം ഉണ്ടാകും, അപ്പം ഞാൻ പറയും അത് സുന്ദരമാണെന്ന്. പക്ഷെ വേറൊരാൾക്ക് അത് കാണുമ്പോൾ അത്ര ആനന്ദം കിട്ടില്ല, അയാൾ പറയും അത് സുന്ദരമല്ലെന്ന്. അപ്പോൾ സാധാരണഗതിയിൽ ഒരാൾക്ക് സുന്ദരമായി തോന്നുന്നത് മറ്റൊരാൾക്ക് സുന്ദരമാകണമെന്നില്ല. അപ്പോൾ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുമ്പം അയാൾക്ക് ആനന്ദം തോന്നണം, കാതുകൊണ്ടൊരു ശബ്ദം കേട്ടാൽ അത് ആനന്ദം തോന്നിയാൽ അത് അതിമനോഹരമാണ്. അതുകൊണ്ടാണ് പ്രശസ്തനായ ജിബ്രാൻ പറഞ്ഞിട്ടുണ്ട് സൗന്ദര്യത്തെക്കുറിച്ച്, മിഴികൾ അടച്ചാലും നിങ്ങൾ കാണുന്ന ബിംബം, മനസ്സിലായില്ലേ? മിഴികൾ അടച്ചാലും നിങ്ങൾ ആ മിഴികൾ തുറന്നിരിക്കുമ്പോൾ കണ്ട സൗന്ദര്യമുള്ളൊരു വസ്തുവുണ്ട്, മിഴികൾ അടച്ചാലും നിങ്ങളത് കാണും. അതേ കണക്ക് തന്നെ കാതുകൾ മൂടി വെച്ചാലും നിങ്ങൾ കേൾക്കും ആ ശബ്ദം, അതാണ് സുന്ദരമെന്നാണ് ജിബ്രാൻ പറയുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമുക്ക് ആ ഗുരുവായൂരപ്പൻ്റെ രൂപം ഇങ്ങനെ വരും. പലപ്പോഴും ചെവികൾ പൊത്തിപ്പിടിച്ചാൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ഒരു ഗാനം ഇങ്ങനെ ഒഴുകി വരും. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക വഴികാട്ടുക നാരായണ രൂപം, തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. സത്യമാണ്, കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് കൃഷ്ണരൂപം വരും, കാതുകൾ പൂട്ടിയാൽ എനിക്ക് യേശുദാസ് പാടിയ ഈ ഗീതം എനിക്കിങ്ങനെ കേൾക്കാറുണ്ട്. അപ്പം കണ്ണുകൾ അടയ്ക്കുമ്പോൾ കാണുന്ന ബിംബം, ചെവികൾ പൂട്ടിയാൽ കേൾക്കുന്ന ശബ്ദം, ഇത് രണ്ടും ഒത്തുവരുന്നതേതോ അതാണ് സൗന്ദര്യം. അങ്ങനെയാണെങ്കിൽ ഗുരുവായൂരപ്പൻ എല്ലാവർക്കും സുന്ദരനാണ്. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞല്ലോ സൗന്ദര്യ സങ്കല്പം പലർക്കും പലതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലൈലയുടെയും മജ്നുവിൻ്റെയും പ്രണയകഥ അല്ലേ? മജ്നുവിന് ലൈല എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രണയമാണ്.
സത്യത്തിൽ ലൈല എന്ന് പറഞ്ഞാൽ അത്ര സുന്ദരിയൊന്നുമല്ല. ഈ ലൈലയെക്കുറിച്ച് ചിന്തിച്ച് മജ്നു ഒരു ഭ്രാന്തനെ പോലെയായി മാറി. അവരെപ്പോഴും തുടർച്ചയായി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, എനിക്ക് ലൈലയെ വേണം, എനിക്ക് ലൈലയെ വേണം. പക്ഷേ ലൈല എന്ന് പറഞ്ഞാൽ രാജകുടുംബത്തിലെ അംഗമാണ്, മജ്നു എന്ന് പറഞ്ഞാൽ ഇങ്ങേയറ്റത്തെ ദരിദ്രമാണ്. അപ്പം മജ്നുവിന് ലൈലയെ കിട്ടാതെ ഭ്രാന്തിൻ്റെ അവസ്ഥ എത്തി. ആ സമയത്ത് അവിടുത്തെ രാജാവിനൊരു സഹതാപം തോന്നി. രാജാവ് ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മജ്നു, ഈ ലൈല അത്ര വലിയ സുന്ദരിയല്ല, അവളെ കാണാനും കൊള്ളത്തില്ല, അവൾ കറുത്തിരിക്കുകയാണ്, അവൾക്ക് എന്ത് സൗന്ദര്യമാണുള്ളത്, എനിക്ക് അവളുടെ രാജകുടുംബത്തെ അറിയാം, അപ്പം എനിക്ക് വേണമായിരുന്നെങ്കിൽ അവളെയും എൻ്റെ അന്തഃപുരത്തിൽ എൻ്റെ പത്നിയാക്കാമായിരുന്നു. പക്ഷെ അത്ര വലിയ ചന്തമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആക്കാത്തത്. നീ ഒരു കാര്യം ചെയ്യ്, ദാ എൻ്റെ അന്തഃപുരത്തിൽ ഇഷ്ടം പോലെ പെൺകുട്ടികൾ നിൽക്കുന്നു, രാജകുമാരിമാർ നിരന്ന് നിപ്പുണ്ട്, നിന്റെ അവസ്ഥ കണ്ട് സങ്കടം തോന്നിയിട്ടാ, നീ വാ, ഇതിനകത്തുനിന്ന് ഒരാളെ നീ തിരഞ്ഞെടുക്ക്. അപ്പോൾ മജ്നു അവിടെ ചെന്നപ്പോൾ അതീവ സുന്ദരികളായ രാജകുമാരിമാർ നിൽക്കുകയാണ്. അപ്പം മജ്നു ഓരോ പെണ്ണിൻ്റെ അടുത്തും ചെന്നിട്ട് പറയും, ഏയ് ഇവളെൻ്റെ ലൈലയല്ല, ലൈലയുടെ അത്ര കൊള്ളത്തില്ല. രാജാവ് അന്തം വിട്ടു. കാരണം ലൈലയെ രാജാവിനറിയാം. അപ്പോൾ ഇത് എന്തൊരു സുന്ദരികൾ! ആ കൊട്ടാരത്തിലെ സകല സുന്ദരികളെയും കണ്ടപ്പോഴും അവൻ പറഞ്ഞു, ഇതെൻ്റെ ലൈലയല്ല, ഇതെൻ്റെ ലൈലയുടെ അടുത്ത് പോലും വരില്ല. അപ്പം രാജാവ് പറഞ്ഞു, മജ്നു, നിനക്ക് പ്രാന്താണ്, ഇത്രയും സുന്ദരികളെ നീ കണ്ടിട്ടില്ല, ലൈലയ്ക്ക് എന്ത് സൗന്ദര്യമാണുള്ളത്. അപ്പം മജ്നു പറഞ്ഞൊരു വാക്കുണ്ട്, മഹാരാജാവേ, ലൈലയുടെ സൗന്ദര്യം കാണണമെങ്കിൽ അങ്ങേക്ക് മജ്നുവിൻ്റെ കണ്ണുകൾ വേണം. അങ്ങയുടെ കണ്ണുകൾ കൊണ്ട് ലൈലയെ നോക്കിയാൽ സൗന്ദര്യം പറ്റില്ല, മജ്നുവിൻ്റെ കണ്ണുകളിലൂടെ നോക്കണം. അപ്പം അതിൽ നിന്ന് ഒരാൾക്ക് സുന്ദരമെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് വിരൂപമായിരിക്കും, വേറൊരാൾക്ക് വിരൂപമെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് എന്തായിരിക്കും? സുന്ദരമായിരിക്കും. ഇപ്പം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറം വെച്ച് അതിമനോഹരമായ ഒരു വൃക്ഷമുണ്ട്, മധുമാലതി. ഭയങ്കരമായ, അതായത് അതിൻ്റെ സുഗന്ധമെന്ന് പറഞ്ഞാൽ അതീവ ഗംഭീരമാണ്. മധു എന്ന് പറഞ്ഞാൽ മധുരമുള്ളതെന്നാണ് അർത്ഥം. മാലതി എന്ന് പറഞ്ഞാൽ രാജ്ഞി എന്നാണ് അർത്ഥം. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് പൂക്കളുമായി ഇവർ ഒന്നിച്ചങ്ങ് വിരിയും. സാധാരണ ഒരു ചെടിക്കകത്ത് ഒരു പൂ വന്നു, പിന്നൊരു പൂ വന്നു, പിന്നൊരു പൂ വന്നു. മധുമാലതി അങ്ങനല്ല. മധുമാലതി ആയിരക്കണക്കിന് പൂക്കളുമായിട്ട് ഹിമാലയ സാനുക്കളിലുണ്ട്, ഒന്നിച്ചാണ് അങ്ങ് വിരിയുന്നത്. ഈ പൂക്കൾ ഇങ്ങനെ മൂടിക്കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇലകൾ പോലും കാണാൻ പറ്റത്തില്ല, അത്ര സുന്ദരമാണ്. പക്ഷെ ആ മധുമാലതി കൊള്ളത്തില്ലെന്ന് പറയുന്നവരുണ്ട്. ഈ മധുമാലതി എന്ന് പറയുന്ന പൂക്കൾ കണ്ടിട്ട്, ഓ, ഇതിനെന്താണ് ഇത്ര ചന്തം. അപ്പോൾ ഒരാൾക്കിഷ്ടമുള്ളത് മറ്റൊരാൾക്ക് എന്താകണമെന്നില്ല, ഇഷ്ടമാകണമെന്ന് ഇല്ല. പക്ഷേ അപ്പം അതുകൊണ്ട് നമുക്ക് ഭൂമിയിൽ കാണുന്ന ഒരു വസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് ഇത് സുന്ദരമാണെന്ന് പറയാൻ പറ്റില്ല. നല്ലപോലെ മനസ്സിലായില്ലേ? കാരണം നേരത്തെ കണ്ടില്ലേ, ലൈല സുന്ദരിയാണെന്ന് മജ്നു പറഞ്ഞപ്പോൾ രാജാവ് പറയുന്നു കൊള്ളത്തില്ലെന്ന്. മധുമാലതി എന്തു മനോഹരമായ പുഷ്പമെന്ന് കുറേ പേര് പറയുമ്പോൾ കുറേ പേര് പറയും അത് കൊള്ളത്തില്ല എന്ന്. കാശ്മീർ എന്തു മനോഹരമെന്ന് പറയുമ്പോൾ ചിലർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പറയുന്ന കണക്കൊന്നുമില്ല, സുന്ദരമാണ്, നിങ്ങൾ പറയുന്ന കണക്കൊന്നുമില്ല. അപ്പോൾ ഭൂമിയിൽ ഒരു വസ്തുവും സുന്ദരമാണെന്ന് പറയാൻ പറ്റില്ല. സുന്ദരമാണെന്ന് പറയണമെങ്കിൽ എല്ലാവർക്കും അത് തോന്നണം. അവിടെയാണ് കവി പറയുന്നത് ഗുരുവായൂരപ്പനാണ് യഥാർത്ഥ സൗന്ദര്യം. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഗുരുവായൂരപ്പൻ സുന്ദരം, മനസ്സിലായ? യുവതികൾക്കും ഗുരുവായൂരപ്പൻ സുന്ദരൻ, അമ്മമാർക്കും ഗുരുവായൂരപ്പൻ സുന്ദരൻ. അപ്പൊ ജനിച്ചു വീണ കുഞ്ഞിനും യുവാവിനും യുവതിക്കും വൃദ്ധന്മാരും സകലർക്കും ഒരുപോലെ പറയുന്നത് ഞങ്ങളുടെ ഗുരുവായൂരപ്പൻ എന്ത് സുന്ദരൻ. ഗുരുവായൂർ അമ്പലത്തിലോട്ട് അങ്ങ് കയറിക്കഴിഞ്ഞാൽ ആ നിൽക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ബിംബം അങ്ങോട്ട് കണ്ടു കഴിയുമ്പോൾ
അവിടെ നിൽക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളും യുവതികളും വൃദ്ധന്മാരും വൃദ്ധകളും ആബാലവൃദ്ധം ജനങ്ങൾക്കും ആ സുന്ദര കണ്ണനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റത്തില്ല. സകലർക്കും ആ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കണ്ണനെ ഒരു നോക്ക് കണ്ട ആ സൗന്ദര്യം ആസ്വദിക്കാൻ നിൽക്കുന്ന അതേ ആൾക്കാർ പുറത്തിറങ്ങി സുന്ദരമായ ഒരു വസ്തു കണ്ടാൽ വ്യത്യസ്ത അഭിപ്രായം പറയും. 50 പേര് ഒരുമിച്ച് ഗുരുവായൂരപ്പനെ കാണുമ്പം 50 പേരും പറയും ഞങ്ങളുടെ ഗുരുവായൂരപ്പൻ എന്തൊരു സുന്ദരൻ, ഞങ്ങൾക്ക് കണ്ടിട്ട് ആ കണ്ണുകളിങ്ങനെ നിറഞ്ഞു വരികയാണ്, ഞങ്ങൾക്ക് ഇനിയും കാണണം. അതേസമയം പുറത്ത് അതിസുന്ദരമായ ഒരു വസ്തു ഉണ്ട് എന്ന് വെച്ചാലും ഈ 50 പേര് കുറേ പേര് പറയും, കുറേ പേര് കൊള്ളത്തില്ല. അപ്പൊ ഗുരുവായൂർ അമ്പലത്തിനകത്തോട്ട് കയറുമ്പോൾ ആ ശില ഇങ്ങനെ കാണുമ്പോൾ, ഗുരുവായൂരപ്പൻ നിൽക്കുന്നത് കാണുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളും പറയും എൻ്റെ ഗുരുവായൂരപ്പാ. പിന്നെ തിരുമേനി അങ്ങനെ അണിയിച്ച് ഒരുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ യുവതികൾ പറയും എൻ്റെ കള്ളക്കണ്ണാ. അമ്മമാരും അച്ഛന്മാരും പറയും എൻ്റെ കുസൃതി കുട്ടാ. ആ ബിംബത്തിൻ്റെ മുമ്പിൽ ചെന്ന് ആ സൗന്ദര്യം കാണുമ്പോൾ നമുക്ക് നീങ്ങാൻ പറ്റത്തില്ല. പിന്നെ ആൾക്കാർ നമ്മളെ പിടിച്ചു മാറ്റുന്നതാണ് മാറ്. കാരണം ഗുരുവായൂരപ്പൻ്റെ സൗന്ദര്യം കാണാൻ ജനം ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ സുന്ദരനായിട്ട് ഒരാളേ ഉള്ളൂ, അത് ഗുരുവായൂരപ്പനാണ്. കാർമേഘത്തെയും കായാമ്പൂവിനെയും വെല്ലുന്ന സൗന്ദര്യമുള്ള സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പൻ മാത്രമാണ് സുന്ദരൻ. ഇതാണ് ഒന്നാമത്തെ വരിയിലൂടെ കവി പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ വരിയിലൂടെ കവി പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഗുരുവായൂരപ്പൻ്റെ ശരീരം കാർവർണ്ണൻ്റെ നിറത്തിന് തുല്യമായ നിറമുണ്ടെന്ന് അഭിമാനിക്കുന്ന കാർമേഘത്തെയും കായാമ്പൂവിൻ്റെയും നിറത്തെ വെല്ലുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണനെ പോലെ സുന്ദരമായ ഒരു രൂപം ഈ പ്രപഞ്ചത്തിൽ ഇല്ല. ഇതാണ് ഒന്നാമത്തെ വരിയുടെ അർത്ഥം. ഇനി നമുക്ക് രണ്ടാമത്തതിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത വരിയിലേക്ക് കയറാം. ലാവണ്യസൈകസാരം. ലാവണ്യം അധികം ഏകസാരം ചേർത്തെഴുതുമ്പോൾ ലാവണ്യസൈകസാരം. ലാവണ്യം ഭംഗി, ഏകസാരം ഒറ്റ സത്ത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സൗന്ദര്യമുള്ള സകല വസ്തുക്കളും എടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്താൽ ആ ചാറാണ് ഭഗവാനെന്ന്. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സത്തെന്ന് പറയത്തില്ലേ, ഓറഞ്ചെല്ലാം പിഴിഞ്ഞെടുക്കുന്ന നീര്. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സുന്ദര വസ്തുക്കൾ ഉണ്ടോ ആ വസ്തുക്കളെയൊക്കെ എടുത്ത് പിഴിഞ്ഞാൽ കിട്ടുന്ന ആ നീരാണ് ഭഗവാൻ. അതാണ് ഏത് വാക്കിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്? ലാവണ്യസൈകസാരം. സുകൃതി ജനദൃശാം. സുകൃതി പുണ്യം ചെയ്ത, ജനങ്ങളുടെ, ദൃശ കണ്ണുകൾക്ക്. സുകൃതി ജനദൃശാം പുണ്യം ചെയ്ത മനുഷ്യരുടെ കണ്ണുകൾക്ക്. പൂർണ്ണ പുണ്യാവതാരം. അങ്ങനെ പുണ്യം ചെയ്തിട്ടുള്ള മനുഷ്യരുടെ കണ്ണുകളെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ ശ്രീലകത്ത് വിലസുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് തികഞ്ഞ പുണ്യത്തിൻ്റെ അവതാരമാണ്. അതാണ് ആദ്യത്തെ വരിയിൽ പറഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണൻ സൗന്ദര്യത്തിൻ്റെ അവതാരമാണ്. എന്നിട്ട് രണ്ടാമത്തെ വരിയിൽ പറയുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂർണ്ണ പുണ്യത്തിൻ്റെ അവതാരമാണ്. അങ്ങനെ ഈ ലോകത്തേതെങ്കിലും ഒരു വസ്തു സൗന്ദര്യത്തിൻ്റെ അവതാരമാകുന്നു, അതോടൊപ്പം പുണ്യത്തിൻ്റെ അവതാരവുമാകുന്നു. അങ്ങനെ സൗന്ദര്യവും പുണ്യവും കൂടെ ഒന്നിച്ചു ചേർന്ന ഒരേ ഒരു അവതാരമേ ഈ ഭൂമിയിലുള്ളൂ. അത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ വിലസുന്ന തിരുമേനി അണിയിച്ചൊരുക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പൊ സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് രൂപമാണ് ഭഗവാനെന്നും പുണ്യം ചെയ്തവരുടെ കണ്ണുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർണ്ണ പുണ്യ അവതാരവുമാണ് ഭഗവാൻ എന്ന് അവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. പുണ്യം ചെയ്തവരുടെ കണ്ണുകൾക്ക് ഭഗവാൻ പൂർണ്ണ പുണ്യ അവതാരമാണ്. അതായത് ഭഗവാന്റെ സൗന്ദര്യം എന്തെന്നറിയാൻ ആ സൗന്ദര്യമുള്ള ബിംബത്തിൽ ആകൃഷ്ടനായി നിൽക്കണം.
അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ കാണുന്ന ബിംബം, ആ ബിംബത്തിൽ ആകൃഷ്ടനായി നിൽക്കണമെങ്കിൽ അത് പുണ്യം ചെയ്തിട്ടുള്ള മനുഷ്യൻ്റെ കണ്ണുകൾക്ക് മാത്രമേ പറ്റൂ. പുണ്യം ചെയ്യാത്തവർക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കയറിയാൽ അവൻ അത് വെറും കല്ലായി മാത്രമേ തോന്നൂ. അതുകൊണ്ടാണ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നത്. അത് വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിൽ പലരും പറയും ഗുരുവായൂർ അമ്പലത്തിൽ അന്യമതസ്ഥർ കയറട്ടെ, എന്താ കുഴപ്പം എന്ന് പറയും. അതൊരു വലിയ പുരോഗമന ചിന്താഗതിയായിട്ട് പറയും. കയറിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഋഷീശ്വരന്മാർ ഇത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അന്യമതത്തിൽപ്പെട്ട ഒരാൾ അതിനകത്ത് കയറുകയാണെങ്കിൽ അവന് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം കാണുമ്പോൾ അത് വെറും കല്ലാണ്. അവന് അതിലൊരു സൗന്ദര്യവും തോന്നത്തില്ല, അവനൊരു ഭക്തിയും തോന്നത്തില്ല. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ഒരു പ്രത്യേക സ്ഥലത്ത് ചെല്ലുമ്പോൾ പിന്നെ പുരുഷനും സ്ത്രീയും കൂടെ അങ്ങ് ഒന്നാവുകയാണ്. അവിടെ ചിലപ്പം പുരുഷ ശരീരം സ്ത്രീ ശരീരത്തൊക്കെ തട്ടുന്നുണ്ട്. പക്ഷേ ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അവിടെ കയറുന്നതെങ്കിൽ അവർ മറ്റൊന്നും അറിയുന്നില്ല. അവരുടെ കണ്ണുകൾ മുഴുവൻ ഗുരുവായൂരപ്പൻ്റെ സൗന്ദര്യത്തിൽ ആറാടി നിൽക്കും. പക്ഷേ ഒരു അന്യമതസ്ഥൻ കയറിയാൽ അവൻ അവിടെ ഇരിക്കുന്നത് കല്ലാണ്. അവൻ്റെ സ്ഥലത്ത് ഈ ഇടിച്ചു തള്ളിക്കയറുന്ന ഒരു സ്ത്രീ വന്ന് അവൻ്റെ ശരീരത്ത് തട്ടിയാൽ അവൻ അവിടെ വെച്ച് തോന്നുന്ന വിചാരങ്ങൾ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ചത് ചില അമ്പലങ്ങളിൽ ആര് കയറരുതെന്ന്, അന്യമതസ്ഥര് കയറരുതെന്ന് പറയുന്നത്. കാരണം അവിടെ നമ്മൾ വരുന്നത് കാഴ്ച വസ്തുവായിട്ട് കാണാനല്ല, ഭഗവാനെ ബഹുമാനിക്കാനാണ്. ഇപ്പം നിങ്ങളൊരു പള്ളിയിൽ പോകുന്നെങ്കിൽ ചുമ്മാതെ കൗതുക വസ്തുവായി അവിടെ ഇരിക്കുന്ന പള്ളിയിലെ യേശുവിനെയോ അല്ലെങ്കിൽ മാതാവിനെയോ കാണാനാകരുത്, ആദരിക്കാനായിരിക്കണം അവിടെ ചെന്നത്, ഭക്തി കൊണ്ട് തൊഴാനായിരിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ അന്യമതസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ വരുന്നത് ഒരു കൗതുകം കാണാനും, അവൻ നോക്കുമ്പം ഗുരുവായൂരപ്പൻ ഒരു കല്ല്, ആ കല്ലിൻ്റെ മുമ്പിൽ കിടന്ന് നമ്മൾ ഏത്ത വിടുന്നത് കാണുമ്പോൾ അവനൊരു ചെറിയ പരിഹാസവും വരും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവിടെ അന്യമതസ്ഥരെ നിയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ മറ്റു ജാതി മത കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഒരു ഹിന്ദുവിന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഗുരു അതൊരു കല്ലല്ല, അതിങ്ങനെ സൗന്ദര്യം നിറഞ്ഞ് പുണ്യങ്ങൾ നമ്മുടെക്ക് ഒഴിച്ചു തരുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ സൗന്ദര്യം ഈ ലൗകിക സുഖത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് മനസ്സിലാകില്ല. നിരീശ്വരവാദികൾക്കും ഭഗവാന്റെ സൗന്ദര്യം കാണാൻ പറ്റില്ല. അപ്പം ലൗകിക സുഖത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് നിരീശ്വരവാദികൾക്ക് പറ്റില്ല. പിന്നെ 99% അന്യമതസ്ഥർക്കും പറ്റില്ല. 1% ഇപ്പോൾ യേശുദാസിനെ പോലുള്ള മനുഷ്യരുണ്ട്, അദ്ദേഹമൊക്കെ ഭക്തിയാണ്. അദ്ദേഹത്തെ ഗുരുവായൂരമ്പലത്തിൽ കയറ്റുക തന്നെ വേണം. കാരണം അദ്ദേഹം ഗുരുവായൂരപ്പനെ കാണുന്നത് കല്ലായിട്ടല്ല, അദ്ദേഹം ഗുരുവായൂരപ്പനെ കാണുന്നത് ആരായിട്ട് തന്നെയാണ്, ഗുരുവായൂരപ്പനായിട്ട് തന്നെയാണ്. ആ സൗന്ദര്യത്തെ അദ്ദേഹം ആസ്വദിക്കുകയും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തെ കയറ്റാം. പക്ഷെ സാധാരണക്കാരായ അന്യമതസ്ഥർ അവിടെ വന്ന് കല്ലിനെ കാണാനാണ് കയറുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ, ഇത് പുണ്യമാണെന്ന് മനസ്സിലാക്കാൻ രണ്ട് മൂന്ന് കൂട്ടർക്ക് കഴിയില്ല. ഒന്ന് ലൗകിക വസ്തുവിൽ ഏർപ്പെടുന്നവർക്ക് കഴിയില്ല, പിന്നെ നിരീശ്വരവാദികൾക്ക് കഴിയില്ല, പിന്നെ സാധാരണക്കാരായ അന്യമതസ്ഥർക്ക് കഴിയില്ല. അന്യമതത്തിൽ തന്നെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഗുരുവായൂരപ്പ ഭക്തരുണ്ട്, അവർക്ക് അത് കഴിയുകയും ചെയ്യും. അപ്പം ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ലൗകിക വസ്തു എന്ന് പറഞ്ഞാൽ അത് ഏത് സമയത്തും മരണപ്പെട്ടു പോകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. നശിച്ചു പോകാത്ത ഒരു ലൗകിക വസ്തു നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ നശിച്ചു പോകുന്ന ലൗകിക വസ്തുവിൽ ആസക്തി ഉള്ളവന് നശിച്ചു പോകാത്ത ഗുരുവായൂരപ്പനിൽ എങ്ങനെയാണ് താല്പര്യം ഉണ്ടാകുന്നതെന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഒരു വളരെ പ്രശസ്തമായ സെൻ കഥയുണ്ട്. ഒരു സെൻ ഭിക്ഷു ഒരു കാട്ടിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ഒരു പുലി തന്നെ പിന്തുടരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ഇതറിഞ്ഞിട്ട് ഈ സെൻ ഗുരു ഓടുകയാണ്. ഓടി വന്നപ്പോൾ ഒരു വലിയ കൊക്കയുടെ സമീപത്തെത്തി. പുലി തൊട്ട് പുറവിനുണ്ട് താനും. അപ്പോൾ ഇദ്ദേഹം അവിടുത്തെ ഒരു മരക്കൊമ്പിലങ്ങ് തൂങ്ങിക്കിടന്നിട്ട് താഴോട്ട് നോക്കിയപ്പം കാണാം, എന്താ കാണുന്നതെന്നറിയാമോ? താഴെ ഒരു വലിയ സിംഹം ഇങ്ങനെ നിൽക്കുന്നു.
അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ കാണാം ആരാണ്? പുലി. താഴോട്ട് നോക്കിയപ്പോൾ എന്താ കാണുന്നത്? ഒരു വലിയ സിംഹം ഇങ്ങനെ നിൽക്കുന്നു. ആ സെൻഗുരു എന്തു ചെയ്തു? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിന്നപ്പം പുലി അദ്ദേഹത്തിൻ്റെ സമീപത്തെത്തി. അപ്പോഴദ്ദേഹം മറ്റൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നു. 2 ചുണ്ടലികൾ ആ മരക്കൊമ്പ് കരണ്ടുകൊണ്ടേയിരിക്കുന്നു. ഒന്ന് ഒരു വെളുത്ത ചുണ്ടലി, മറ്റൊന്നൊരു കറുത്ത ചുണ്ടലി. അപ്പോൾ ഇച്ചിരിയും കൂടെ കഴിഞ്ഞാൽ മരം ഒടിഞ്ഞ് താഴെ വീഴും. അപ്പോൾ എന്തായാലും മരണം ഉറപ്പാണ്. ചുണ്ടലി കരണ്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്, മരക്കൊമ്പ്. താഴെ വീണ സിംഹം തിന്നും, അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വരുന്ന പുലി തിന്നും. ആ മരക്കൊമ്പ് ഒടിഞ്ഞ് ആരുടെയെങ്കിലും ഒരു വായിലോട്ട് വീഴും. ഇത് കണ്ട സെൻഗുരു പൊട്ടിച്ചിരിച്ചു. കാരണം എന്തുകൊണ്ട്? ഈ ചുണ്ടലി എന്ന് പറയുന്നത് വെളുത്ത ചുണ്ടലി പകലാണ്, കറുത്ത ചുണ്ടലി രാത്രിയാണ്. ഓരോ പകലും ഓരോ രാത്രിയും നമ്മുടെ ആയുസ്സിനെ കരണ്ട് തിന്നുന്ന എലികളാണ്. സിംഹവും പുലിയും മരണത്തിൻ്റെ പ്രതീകമാണ്. ഏത് നിമിഷവും നമ്മളെ മരണം പിടികൂടാം. മരണം ഏതൊക്കെ രൂപത്തിലാണ് ഇരിക്കുന്നത്? ചിലപ്പോൾ ജലാശയത്തിൻ്റെ രൂപത്തിൽ വെള്ളത്തിൽ വീണ് മരിച്ചു, ചിലപ്പം വാഹനത്തിൻ്റെ രൂപത്തിൽ വാഹനാപകടത്തിൽ മരിച്ചു, ചിലപ്പോൾ ഫ്ലൈറ്റിൻ്റെ രൂപത്തിൽ ഫ്ലൈറ്റ് അപകടത്തിൽ മരിച്ചു, ചിലപ്പോൾ അഗ്നിയുടെ രൂപത്തിൽ, അല്ലേ, അഗ്നി തീ കത്തി മരിച്ചു, ചിലപ്പോൾ ഒരു പാമ്പിൻ്റെ രൂപത്തിലാണ് മരണമിരിക്കുന്നത്, ചിലപ്പം കുളിമുറിയുടെ രൂപത്തിലാണ് മരണമിരിക്കുന്നത്. കുളിമുറിയിലൊന്ന് കാല് തെന്നിപ്പോയി, ശിരസ് വന്ന് നിലത്തിടിച്ചു. അങ്ങനെ പല പല രൂപത്തിലാണ് മരണം പതിയിരിക്കുന്നത്. ആ പല പല രൂപത്തിൽ മരണം പതിയിരിക്കുന്ന ലൗകിക വസ്തുവിൽ ആസക്തി വെക്കുന്നവന് ഭഗവാന്റെ സൗന്ദര്യം പറ്റില്ല, അവന് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ ഏത് നിമിഷവും എന്നെ മരണം പിടികൂടുമെന്നും മരണമെന്ന പുലി പുറവിനും മരണമെന്ന സിംഹം മുമ്പിലും ഉണ്ടെന്നും ഞാൻ അവിടേക്ക് എത്താൻ വേണ്ടി എന്നെ പകലാകുന്ന ചുണ്ടലിയും രാത്രിയാകുന്ന ചുണ്ടലിയും എന്നെ ആയുസ്സിനെ കരണ്ട് തീർത്ത് ഈ പുലിയുടെയും സിംഹത്തിൻ്റെയും വായിലേക്ക് ഇട്ടു കൊടുക്കുകയാണെന്നും മനസ്സിലാക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ ലൗകിക ഭൂമിയിൽ കാണുന്ന വസ്തുക്കൾ എത്ര സുന്ദരമാണെങ്കിലും അവനത് വേണ്ട. അത് മനസ്സിലാക്കാത്തവൻ ഗുരുവായൂരമ്പലത്തിൽ വരും, ഒന്ന് ആസ്വദിക്കും, എന്നിട്ട് വീണ്ടും ഈ സുന്ദരമായ ലൗകിക സുഖത്തിലേക്ക് പോകും, പുലിയുടെയും മറ്റു കാര്യത്തിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കാണുന്ന സൗന്ദര്യ വസ്തുക്കൾ, വീടുകൾ, മക്കൾ, അതിനകത്ത് വീണ്ടും മുഴുകി ഇരിക്കും. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുകയാണ്, സുഹൃതികളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഗുരുവായൂരപ്പൻ ജന്മമെടുത്തിട്ടുള്ളത്. സുഹൃതികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ലൗകികത്തിൽ കാണുന്ന, നിങ്ങൾ ഈ ഭൂമിയിൽ കണ്ണുകൊണ്ട് കാണുന്ന ഒരു വസ്തുവിനും നിങ്ങൾക്ക് സന്തോഷവും സുഖവും തരാൻ പറ്റില്ല. ആലോചിച്ചു നോക്കെ. നിങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങളുടെ വീട് തന്നെ സന്തോഷം തന്നിട്ടുണ്ടോ? വീട് കെട്ടാൻ പാടുപെടുന്നു, കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കടം, അതിൻ്റെ ലോൺ അടയ്ക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ട് പൂർണ്ണ സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? 101% എൻ്റെ മകനെ കൊണ്ട് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മാതാവിനെ കൊണ്ട്, പിതാവിനെ കൊണ്ട്, സുഹൃത്തിനെ കൊണ്ട്, കാമുകിയെ കൊണ്ട്, കാമുകിനെ കൊണ്ട്, ഈ ഭൂമി കാണുന്ന ഒന്നിലും നമുക്ക് എന്ത് കിട്ടുന്നില്ല? സൗന്ദര്യം കിട്ടുന്നില്ല. അത് മനസ്സിലാക്കുന്നവനെയാണ് സുഹൃതി എന്ന് വിളിക്കുന്നത്. അവൻ്റെ കണ്ണുകൾക്ക് ഭഗവാന്റെ ഈ രൂപം എന്ന് പറയുന്നത് അമൃതാണ്. അവനെ അനുഗ്രഹിക്കാനാണ് ഭഗവാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഭൂമിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃതികൾക്ക് മാത്രമേ ഭഗവാന്റെ സൗന്ദര്യം കാണാൻ സാധിക്കൂ. അപ്പോൾ നല്ലതുപോലെ മനസ്സിലായില്ലേ? അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകർഷകമായി തോന്നുന്നത് എന്തൊക്കെ ഉണ്ടോ, ആനന്ദകരമായി കാണുന്നത് എന്തൊക്കെ ഉണ്ടോ, അതിൻ്റെയൊക്കെ ആനന്ദവും സൗന്ദര്യവും ഒന്നിച്ചു ചേർന്ന് രൂപം പൂണ്ടതാണ് സാക്ഷാൽ ഗുരുവായൂരിലുള്ളത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഗുരുവായൂർ ശ്രീലകത്തിനകത്ത് ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത്ത് രൂപമാണ്, പുണ്യത്തിൻ്റെ മൂർത്തിമത്ത് രൂപമാണ്. ഈ ലൗകികത്തിൽ കാണുന്നതിൽ നിന്നൊന്നും സന്തോഷം ലഭിക്കില്ല. ഈ ലൗകികത്തിൽ കാണുന്നതെല്ലാം മരണപ്പെട്ടു പോകേണ്ടതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു പറ്റം മനുഷ്യർ ഈ
ഭൂമിയിലുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് സുഹൃതികള്. ആ സുഹൃതികൾക്ക് ആവശ്യത്തിന് പുണ്യം കൊടുത്ത് അവരെ ഇഹലോകത്ത് നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഗുരുവായൂരമ്പലത്തിൽ കുടികൊള്ളുന്നതെന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അത് മനസ്സിലാക്കുന്നവൻ മാത്രമേ ഗുരുവായൂരമ്പലത്തിൽ കയറാവൂ. അല്ലാത്തവൻ അങ്ങോട്ട് പോകണ്ട, പ്രയോജനമില്ല, അവന് വെറും കല്ലാണ്. ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ അവർ പോലും അറിയാതെ എത്രയോ ക്രിസ്ത്യാനികൾ കയറുന്നു, എത്രയോ മുസ്ലിങ്ങൾ കയറുന്നു. അങ്ങനെ കയറി കാണുന്നുണ്ട്. അങ്ങനെ കയറി കാണുന്നവർക്കെല്ലാം അത് കല്ലാണ്. എൻ്റെ തന്നെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എടീ എന്തുവാടേ, അതവർ ദുരർത്ഥത്തിലല്ല എന്നോട് പറയുന്നത്, നമ്മളെ ഒരു സൗഹൃദം വെച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തുവാടേ ഒരു കല്ലിനെ കാണാൻ കിടന്ന് ഇങ്ങനെ ക്യൂ നിൽക്കുന്ന എന്തിനാണ്? ആ കല്ലിനകത്ത് എന്ത് ചന്തം ഉണ്ടടേ? ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു റോസാപ്പൂവിനെ കണ്ട് തൊഴുവ്, ഒരു ചന്തം ഉണ്ടല്ലോ. ആ കല്ലിനെ കണ്ടാൽ അതിന് ഒരു ചന്തവും ഇല്ലല്ലോ. അതിനെ കാണാൻ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? സൗന്ദര്യമുള്ളതിനെ തൊഴുതാൽ പിന്നെയും ഒരർത്ഥമുണ്ടല്ലോ എന്ന് എന്നോട് എൻ്റെ ചില അന്യമതത്തിൽപ്പെട്ട ചില ആൾക്കാർ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതവർ ആക്ഷേപിക്കാൻ പറയുന്നതല്ല, അവരുടെ ഒരു ഡൗട്ട് എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഖലീൽ ജിബ്രാൻ എന്ന എഴുത്തുകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു കുഞ്ഞു കഥയുണ്ട്, ദ ബ്യൂട്ടി ആൻഡ് അഗ്ലി. അഗ്ലി എന്ന് പറഞ്ഞാൽ ചീത്തയായിട്ടുള്ള, ബ്യൂട്ടിയും അഗ്ലിയും കൂടെ ഒരു ദിവസം ഇങ്ങനെ നടക്കാനിറങ്ങുകയാണ്. അവർ രണ്ടുപേരും കൂടെ നടന്ന് വന്നു. അങ്ങനെ അവർ നടന്ന് വന്നു ഒരു നദിയുടെ കരയിലെത്തി. അവർ രണ്ടുപേരും അവരുടെ ഡ്രസ്സുകൾ അഴിച്ചു വെച്ചു. അവരുടെ ഡ്രസ്സുകൾ അഴിച്ചു വെച്ചിട്ട് നദിയിൽ കുളിക്കാനിറങ്ങി. ആദ്യം കുളിച്ചിട്ട് കയറിയത് അഗ്ലിയാണ്. അഗ്ലി നോക്കിയപ്പം ബ്യൂട്ടി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അഗ്ലി എന്ത് ചെയ്ത്? ബ്യൂട്ടിയുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ടങ്ങ് പൊക്കളഞ്ഞു. അന്ന് തൊട്ട് ഈ ബ്യൂട്ടിയുടെ ഡ്രസ്സ് കണ്ടിട്ട് ആളുകൾ ഇതാണ് ബ്യൂട്ടി എന്ന് വിചാരിക്കും. സത്യത്തിൽ അത് അഗ്ലിയാണ്. പാവം ബ്യൂട്ടി കയറി വന്നപ്പോൾ കാണാം തൻ്റെ ഡ്രസ്സില്ല, പക്ഷേ തനിക്ക് നഗ്നമായി നടക്കാനും പറ്റത്തില്ല. അപ്പോൾ പിന്നെ വേറെ ഗതി കെട്ടിട്ട് ഈ ബ്യൂട്ടി അഗ്ലിയുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി. അപ്പോൾ ഒരാൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അത് വൃത്തികെട്ടത് അഗ്ലിയായിട്ട് തോന്നും, പക്ഷേ അതാണ് യഥാർത്ഥ ബ്യൂട്ടി. അപ്പോൾ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നിങ്ങൾക്കത് ഏതായിട്ട് തോന്നും? വെറും കല്ലായിട്ട് തോന്നും. അതാണ് സുഹൃത്തെ യഥാർത്ഥ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഞങ്ങൾ കല്ലിനെ അല്ല ആരാധിക്കുന്നത്, കല്ലിൽ പോലും ഈശ്വരനെ കണ്ട് ആരാധിക്കുന്നവരാണ് ഞങ്ങൾ. മനസ്സിലായ? ഞങ്ങൾ കല്ലിനെ അല്ല ആരാധിക്കുന്നത്, ആ കല്ലിൽ പോലും ഈശ്വരനെ കാണുന്നു, കല്ലിനെ പോലും ഈശ്വരനായി കാണുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ സുഹൃത്തെ, ഈ കല്ലിനെ നിങ്ങളുടെ ദൈവം സൃഷ്ടിച്ചതല്ലേ? കല്ലിനെ വേറെ വല്ലവരും സൃഷ്ടിച്ചതാണോ? അപ്പം നിങ്ങളുടെ ദൈവം സൃഷ്ടിച്ച ഈ കല്ലിന് സൗന്ദര്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അപൂർണനാണെന്നല്ലേ അതിൻ്റെ അർത്ഥം? എല്ലാത്തിനും സൗന്ദര്യം കൊടുക്കാൻ കഴിവില്ലാത്തവനാണെന്നല്ലേ സുഹൃത്തെ അതിൻ്റെ അർത്ഥം? ഞങ്ങൾ അങ്ങനല്ലേ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ ദൈവത്തിന് പ്രപഞ്ചത്തിൽ കാണുന്ന എന്തിനും സൗന്ദര്യം കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങളുടെ ദൈവം സൃഷ്ടിച്ച കല്ല് ഞങ്ങൾക്ക് അതീവ സുന്ദരമാണ് സുഹൃത്തേ എന്ന് ഞാൻ എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. എന്താ മൂന്നാമത്തെ വരി? ലക്ഷ്മി ദേവിക്ക്, ആ പുസ്തകം എടുത്തു വെച്ച് നോക്കിക്കോളണം. ലക്ഷ്മി ദേവിക്ക് നിശങ്ക, യാതൊരു സംശയവും കൂടാതെ, നിശങ്ക യാതൊരു സംശയവും കൂടാതെ, ലീലകളാടാൻ വേണ്ടിയുള്ള നിലയന സ്ഥലം നമ്മുടെ ലക്ഷ്മി ദേവിക്ക് യാതൊരു സംശയവും കൂടാതെ തൻ്റെ ലീലകളാടാനായിട്ട് ഒരു സ്ഥലം വേണം. അതാ പറഞ്ഞിരിക്കുന്ന നിലയന ആടാനുള്ള സ്ഥലം. ആ സ്ഥലത്ത് ആ സ്ഥലം എങ്ങനെയുള്ളതായിരിക്കണം? അമൃതത്തിൻ്റെ ഒഴുക്കിനെ, അമൃതത്തിൻ്റെ ഒഴുക്കിനെ കറന്നെടുക്കുന്ന സ്ഥലമായിരിക്കണം. സന്തോഷത്തിന് കറന്നെടുക്കുക എന്നും കൂടെ ഉണ്ട്. അപ്പം നിശങ്ക, ലക്ഷ്മി ദേവിക്ക് യാതൊരു സംശയവും കൂടാതെ ലീലകളാടാൻ നിലയന ഒരു സ്ഥലം വേണം. ലക്ഷ്മി ദേവിക്ക് സംശയം കൂടാതെ നൃത്തം ചവിട്ടാൻ ഒരു സ്ഥലം വേണം. ആ സ്ഥലം എങ്ങനെ ഉള്ളതായിരിക്കണം? അമൃതത്തിൻ്റെ ഒഴുക്കിനെ
കറന്നെടുത്ത് വർഷിക്കുന്ന സ്ഥലമായിരിക്കണം അന്ത ഉള്ളിൽ. അതായത് ലക്ഷ്മി ദേവിക്ക് യാതൊരു സംശയവും കൂടാതെ ലീലകളാടാൻ ഒരു സ്ഥലം വേണം. ആ സ്ഥലമാണ് ആരെന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരം. ലക്ഷ്മി ദേവി എങ്ങനെയുള്ള സ്ഥലത്താണ് ലീലകളാടുന്നത്? അപ്പോൾ നമുക്ക് പാലാഴി മഥനത്തിൻ്റെ കഥ ഓർമ്മ വരണം. പാലാഴി മഥനത്തിൽ മറ്റു പല വസ്തുക്കളും കിട്ടിയതിൻ്റെ കൂട്ടത്തിൽ അമൃതിനു വേണ്ടിയാണ് കടഞ്ഞത്. ആ അമൃതിനോടൊപ്പം കിട്ടിയതാണ് ആരെന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയെ. അപ്പം അമൃതുള്ളിടത്ത് ആരുണ്ടാകും? ലക്ഷ്മി ദേവി. അപ്പം അമൃതിങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന സ്ഥലത്ത് മാത്രമേ ലക്ഷ്മി ദേവി എന്ത് ചെയ്യുകയുള്ളൂ? വസിക്കുകയുള്ളൂ. നല്ലതുപോലെ പിടിയിട്ടില്ലേ? അതാണ് അമൃത സെന്ത സന്തോഹ. ഈ അമൃത് വർഷിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ ശരീരമാണ്. ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഗുരുവായൂരപ്പൻ്റെ ശരീരം അമൃതമയമാണ്. ഗുരുവായൂരപ്പൻ്റെ ശരീരം അമൃതമയമാണ്. പാലാഴി കടഞ്ഞപ്പോൾ അമൃതിനോടൊപ്പം കിട്ടിയതാണ് ലക്ഷ്മി ദേവി. അമൃതുള്ളിടത്തെ ലക്ഷ്മി ദേവി കാണൂ. ഗുരുവായൂരപ്പൻ്റെ ദേഹമാകട്ടെ അമൃതം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ലക്ഷ്മി ദേവി ഗുരുവായൂരപ്പൻ്റെ നെഞ്ചിൽ വസിക്കുന്നു. മനസ്സിലായ? അതുകൊണ്ടാണ് ലക്ഷ്മി ദേവി ആ ഗുരുവായൂരപ്പൻ്റെ നെഞ്ചിൽ വസിക്കുന്നത്. ഈ ലോകത്ത് എവിടെയൊക്കെ സൗന്ദര്യമുണ്ടോ ആ സൗന്ദര്യം മുഴുവനും ലക്ഷ്മി ദേവിയുടെ ചൈതന്യമാണ്. ഈ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നവളാണ് ലക്ഷ്മി ദേവി. പക്ഷേ ലക്ഷ്മി ദേവി ചഞ്ചലയാണ്. തനിക്ക് നിന്ന് കളിക്കാൻ യോഗ്യതയില്ലാത്തടത്ത് ദേവി നിൽക്കാറില്ല. അത് നല്ലതുപോലെ മനസ്സിലാക്കണം. തനിക്ക് നിന്ന് കളിക്കാൻ യോഗ്യതയില്ലാത്തടത്ത് ലക്ഷ്മി ദേവി നിൽക്കുകയില്ല. പ്രപഞ്ചം മുഴുവനും ലക്ഷ്മി ദേവി നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിലും ചഞ്ചലയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയും, ഒരു വീട്ടിൽ സ്ത്രീയെ ബഹുമാനിക്കണം, സ്ത്രീയെ ആരാധിക്കണം. സ്ത്രീയെ ആരാധിക്കാത്തടത്ത് ലക്ഷ്മി ദേവി നിൽക്കില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല എങ്കിൽ അവിടെ ആര് നിൽക്കില്ല? ലക്ഷ്മി ദേവി നിൽക്കില്ല, അവിടുന്ന് ഇറങ്ങിപ്പോകും. അതൊക്കെ കൊണ്ടാണ് ബ്രാഹ്മിൺസിൻ്റെ അടുത്ത് ഈ കാല് കഴുകി, സ്ത്രീയുടെ കാല് കഴുകിയിട്ട് ആരതിയൊക്കെ ഒഴിയുന്ന ചടങ്ങുണ്ട്. നമുക്കിടയിൽ തന്നെ നാരീ പൂജയുണ്ട്. എവിടെയാണോ നാരി സ്ത്രീ സന്തോഷിക്കുന്നത് അവിടെയേ ലക്ഷ്മി ദേവി കാണും. അപ്പം നിങ്ങൾ പ്രത്യേകം കേൾക്കുക, വിശേഷ അവസരങ്ങളിൽ സ്ത്രീകൾക്ക് വസ്ത്രവും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണം. അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ലക്ഷ്മി ദേവി നിൽക്കാറുള്ളൂ. അല്ലെങ്കിൽ അവിടുന്ന് പൊക്കളയും. പക്ഷെ എങ്ങോട്ടും പോകാതെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, അത് ഭഗവാന്റെ ശരീരമാണ്. ഇനി ഇങ്ങനെ ഭഗവാന്റെ ശരീരത്ത് മാത്രം വസിക്കുന്ന ലക്ഷ്മി ദേവിയെ സ്വന്തമാക്കാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ടെന്ന്. കാരണം ലക്ഷ്മി ദേവി എവിടെയേ വസിക്കൂ? ഭഗവാന്റെ നെഞ്ചത്താണ് വസിക്കുന്നത്. നല്ലതുപോലെ കേട്ടോളണേ, ലക്ഷ്മി ദേവി ഗുരുവായൂരപ്പൻ്റെ നെഞ്ചിലാണ് വസിക്കുന്നത്. ഈ ഗുരുവായൂരപ്പൻ എവിടെയുണ്ടോ അവിടെയൊക്കെ ലക്ഷ്മി ദേവി ഉണ്ട്. നല്ലതുപോലെ കേട്ടോളണം, ഗുരുവായൂരപ്പൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവി ഉണ്ട്. ഇനി ഗുരുവായൂരപ്പൻ എവിടെയാ ഉള്ളത്? ഭക്തന്റെ മനസ്സിൽ. ഭക്തന്റെ മനസ്സിലാണ് ആരുള്ളത്? സാക്ഷാൽ ഗുരുവായൂരപ്പനുള്ളത്. ഭക്തനാണ് ഗുരുവായൂരപ്പൻ എല്ലാം പ്രധാനം. ഒരു ദിവസം രുക്മിണി ദേവി നോക്കിയപ്പോൾ കാണാം കൃഷ്ണൻ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ രുക്മിണി ദേവിക്ക് അത്ഭുതമായി പോയി. അപ്പോൾ രുക്മിണി ദേവി കൃഷ്ണ ഭഗവാനോട് ചോദിച്ചു, അല്ല, ഈ ലോകം മുഴുവനും അങ്ങയെയാണ് ആരാധിക്കുന്നത്. ആ അങ്ങ് ആരെയാണ് ആരാധിക്കുന്നത്? അങ്ങ് ആരെയാണ് പൂജിക്കുന്നത്? അപ്പോൾ രുക്മിണി ദേവിയുടെ അടുത്ത് പറഞ്ഞു, വരൂ രുക്മിണി. അപ്പോൾ രുക്മിണി ദേവി കൂടെ ചെന്നപ്പോൾ കാണാം ഒരു ഇതിൽ പൊതിഞ്ഞിട്ട് കുറേ മണ്ണ്.
അപ്പോൾ രുക്മിണി ദേവി പറഞ്ഞു, മണ്ണിനെ പൂജിക്കുന്നു. രുക്മിണി, ഇത് വെറും മണ്ണല്ല, എൻ്റെ ഭക്തൻ്റെ കാലടികൾ പതിഞ്ഞ മണ്ണാണ്. ഞാൻ എൻ്റെ ഭക്തൻ്റെ കാലടികൾ പതിഞ്ഞ മണ്ണാണ് ഞാൻ ആരാധിക്കുന്നത്. കാരണം ഞാൻ വസിക്കുന്നത് ഭക്തൻ്റെ ഹൃദയത്തിലാണ് രുക്മിണി ദേവി. അവന് വേണ്ടിയാണ് എൻ്റെ അവതാരം തന്നെ, അവന് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും വിചാരിക്കണം, ഗുരുവായൂരപ്പൻ അവതാരമെടുത്ത് ഗുരുവായൂർ അമ്പലത്തിനകത്ത് ഇരിക്കുന്നത് ഗുരുവായൂരപ്പന് വേണ്ടിയല്ല, പിന്നെ ആർക്കു വേണ്ടിയാണ്? ഭക്തജനങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ഗുരുവായൂരപ്പൻ പറയത്തില്ലേ, ഞാൻ ഭക്തൻ്റെ ഉള്ളിലാണ്. പക്ഷേ അതിൽ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ ആരെന്ന് ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ എടുത്തു പറയുന്നുണ്ട്. വായിച്ചു നോക്കണേ രാധാഭക്തന്മാര്. രാ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ അവൻ്റെ പിന്നാലെ ഓടും. ധ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അവന് അടിമയാണ്. പിന്നെ രാധ എന്ന് ഉച്ചരിച്ചാൽ പിന്നെ പറയണ്ട, ഞാൻ അവൻ്റെ കാൽക്കീഴിലാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ടാണ് രാധാറാണിയെ നിങ്ങൾ ആരാധിക്കണം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി ശ്രദ്ധിച്ചു കേട്ടോളണം, ഗുരുവായൂരപ്പൻ്റെ നെഞ്ചിലാണ് ലക്ഷ്മി ദേവി ഉള്ളത്. ഗുരുവായൂരപ്പൻ ഉള്ളിടത്തേ ലക്ഷ്മി ദേവി നിൽക്കൂ. ഗുരുവായൂരപ്പൻ എവിടെയാ വസിക്കുന്നത്? ഭക്തൻ്റെ മനസ്സിൽ. അപ്പം നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഗുരുവായൂരപ്പൻ നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കും. ഇപ്പം ഞാൻ ഗുരുവായൂരപ്പൻ്റെ കഠിന ഭക്തനാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഗുരുവായൂരപ്പൻ വന്നിരിക്കും. ഗുരുവായൂരപ്പൻ വന്നിരിക്കുമ്പം പിന്നെ ലക്ഷ്മി ദേവിക്ക് വരാതിരിക്കാൻ പറ്റുമോ? അപ്പം ലക്ഷ്മി ദേവി എൻ്റെ ഹൃദയത്തിൽ വരും. ലക്ഷ്മി ദേവി വന്നു കഴിഞ്ഞാൽ പിന്നെ ഐശ്വര്യം വരാതിരിക്കാൻ പറ്റുമോ? സർവത്ര ഐശ്വര്യം കിട്ടും. അപ്പം ഗുരുവായൂരപ്പനെ പൂജിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ കിട്ടി, മോക്ഷം കിട്ടി, ഐശ്വര്യം കിട്ടി, ധനധാന്യ സമ്പത്ത് കിട്ടി. ഗുരുവായൂരപ്പൻ നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ ലക്ഷ്മി ദേവിക്ക് സമ്പത്ത് തരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ധനമില്ലാതെ കഷ്ടപ്പെടുന്നവരെ നിങ്ങളങ്ങ് ഗുരുവായൂരപ്പനെ വിളിക്ക്, നാരായണനെ വിളിച്ച് ഹൃദയത്തിനകത്ത് കേറ്റ്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നാരായണനെ അങ്ങോട്ട് ഒട്ടിച്ചു വെക്കുമ്പോൾ ഓടി വരും ഒരാൾ, ലക്ഷ്മി ദേവി. നിങ്ങളുടെ വീട്ടിലേക്ക് ധനം ഇങ്ങനെ വന്ന് കുമിഞ്ഞൊഴുകും. പക്ഷേ നിങ്ങൾ കറ തീർന്ന കൃഷ്ണഭക്തനായിരിക്കണം. ഒരു കാര്യം ആലോചിക്കുക, വെറുതെ നാരായണ നാരായണ എന്ന് ജപിച്ചതുകൊണ്ടോ കൃഷ്ണൻ്റെ സ്തോത്രങ്ങളോ സഹസ്രനാമങ്ങളോ ചൊല്ലിയതുകൊണ്ടോ ഞാൻ കൃഷ്ണനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും നിങ്ങൾ ഭക്തനാകത്തില്ല. ആ ഭക്തൻ എങ്ങനെയായിരിക്കണം? ആരാണ് ഭക്തൻ? ഞാൻ പറഞ്ഞു തരാം. ഒരിക്കൽ ഒരു നഗരത്തിൽ ബുദ്ധൻ വരുന്നുണ്ടായിരുന്നു. ആ നഗരത്തിൽ അന്നേ ദിവസം ബുദ്ധൻ എത്തുകയാണ്. അവിടെ സുദാസ്, നമ്മുടെ സൂർദാസ് അല്ല, സുദാസ് എന്ന് പേരുള്ള ഒരു പാവപ്പെട്ട ചെരുപ്പ് കുത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സുദാസ് രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ അയാളുടെ കുടിലിൻ്റെ മുമ്പിലുള്ള പൊയ്കയിൽ പതിവില്ലാതെ ഒരു താമരപ്പൂ വിടർന്നു നിൽക്കുന്നു. അപ്പം അത് താമരപ്പൂവിൻ്റെ സീസണല്ല, താമരപ്പൂ എവിടെയും കിട്ടാനില്ല. ഇത് വിടർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ സുദാസ് ചിന്തിച്ചു, അയ്യോ, ഈ പൂ പിച്ചിക്കൊണ്ട് ഞാൻ ചന്തയിൽ കൊണ്ടുപോയി കൊടുത്താൽ എനിക്ക് എങ്ങനെ പോയാലും ഈ സീസൺ അല്ലാത്തതായതുകൊണ്ട് 1 രൂപ എനിക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ 1 രൂപ നല്ല വിലയാണ്. താമരപ്പൂവിൻ്റെ സീസൺ വരുമ്പോൾ 1 രൂപ കിട്ടത്തില്ല. അപ്പോൾ എനിക്കിന്ന് 1 രൂപ കിട്ടുമല്ലോ. ഭഗവാനെ, 1 രൂപ കൊണ്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അങ്ങനെ സുദാസ് 1 രൂപ കിട്ടുന്നതിന് വേണ്ടി മാത്രം ഈ പൂവും കൊണ്ട് ചന്തയിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വലിയ പണക്കാരൻ്റെ രഥം വരികയാണ്. ആ പണക്കാരൻ നോക്കിയപ്പോൾ കാണാം സുദാസിൻ്റെ കയ്യിലൊരു താമരപ്പൂ. അപ്പോൾ പണക്കാരൻ രഥം നിർത്തിയിട്ട് പറഞ്ഞു, സുദാസേ, ആ താമരപ്പൂ എനിക്ക് തരാമോ? അപ്പോൾ സുദാസ് പറഞ്ഞു, പിന്നെന്താ, ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പം അയാൾ ചോദിച്ചു, നിനക്ക് എത്ര രൂപ വേണം? അപ്പോൾ സുദാസ് പെട്ടെന്ന് ഈ 1 രൂപ എന്നുള്ളതിന് പകരം സുദാസ് പറഞ്ഞു, അങ്ങേക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മതി.
ശരിയായ വില തരണേ, ചിലപ്പോൾ 1 രൂപയിൽ കൂടുതൽ 2 രൂപ എങ്ങനെ കിട്ടിയാലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് സുദാസ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അയാൾ സുദാസിനോട് പറയുകയാണ്, നിനക്ക് ഞാൻ 500 സ്വർണ്ണ നാണയങ്ങൾ തരാം, ഇത് നീ വേറെ ആർക്കും കൊടുക്കരുത്, എനിക്ക് തന്നെ തരണം. സുദാസ് ബോധം കെട്ടില്ലെന്നേ ഉള്ളൂ. 1 രൂപ കിട്ടുമെന്നും പറഞ്ഞ് ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ് 500 സ്വർണ്ണ നാണയങ്ങൾ തരാം. ആലോചിച്ചു നോക്കെ, നമ്മൾ കടയിൽ കൊണ്ടുവരണം വിൽക്കാൻ പോകുമ്പോൾ നമ്മളൊരു 100 രൂപയെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരാൾ പറയുകയാണ് 500 പവൻ തരാമെന്ന്. സുദാസിന് പിന്നെ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. സുദാസ് പറഞ്ഞു, അതിനെന്താ 500 സ്വർണ്ണ നാണയമോ? അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ അങ്ങേക്ക് തന്നെ തരും. പറഞ്ഞു തീരുന്നതിന് മുമ്പ് രാജാവിൻ്റെ സേനാനായകൻ വന്നു. രാജാവിൻ്റെ സേനാനായകൻ വന്നിട്ട് പറഞ്ഞു, താമരപ്പൂവോ, ഇത് എനിക്കിതാ. അപ്പോൾ പറഞ്ഞു, പറ്റില്ല, എനിക്ക് ഇദ്ദേഹം 500 സ്വർണ്ണ നാണയം തരാമെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ, അതിൻ്റെ 10 ഇരട്ടി ഞാൻ തരാം. 5000 സ്വർണ്ണ നാണയങ്ങൾ തരാം, അതിൻ്റെ 10 ഇരട്ടി ഞാൻ തരാം. സുദാസ് വിചാരിക്കുകയാണ്, ഇതെന്തൊരു പാട്, 5000 സ്വർണ്ണ നാണയങ്ങൾ തരാമെന്ന്. ഇതെല്ലാവർക്കും കൂട്ടത്തോടെ ഭ്രാന്ത് പിടിച്ചോ? അപ്പോഴും കാണാം ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് കൂടുതൽ കിട്ടുന്നല്ലേ നല്ലത്. അപ്പോൾ ശരി, 10 ഇരട്ടി തരാമെങ്കിൽ അങ്ങനെ ആകട്ടെ. അങ്ങനെ കൊടുക്കാൻ പോയപ്പോൾ രാജാവ് വരുന്നു. രാജാവ് പറഞ്ഞു, നിക്ക് 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 നിക്ക്, നീ ഈ താമരപ്പൂ ആർക്കാണ് കൊടുക്കാൻ പോകുന്നത്? അപ്പോൾ സുദാസ് പറഞ്ഞു, ഞാൻ ഈ താമരപ്പൂ ഇദ്ദേഹത്തിന് കൊടുക്കാൻ പോവാണ്. ഇദ്ദേഹം എനിക്ക് 5000 സ്വർണ്ണ നാണയങ്ങൾ തരാം. രാജാവ് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ? എടാ, അതിൻ്റെ 10 ഇരട്ടി ഞാൻ തരാം. 5000 × 10, അതായത് നിനക്ക് ഞാൻ 50000 സ്വർണ്ണ നാണയങ്ങൾ തരാം. കണക്കിന് ഞാൻ എടുക്കണമെന്നല്ല, ഓടിച്ചു വരുന്നതേ ഉള്ളൂ. 50000 സ്വർണ്ണ നാണയങ്ങൾ ഞാൻ നിനക്ക് തരാം. സുദാസ് ബോധം കെട്ടില്ലെന്നേ ഉള്ളൂ. സുദാസ് വിചാരിക്കുകയാണ്, ഈ മനുഷ്യർക്കൊക്കെ എന്താണ്, പ്രാന്താണ്. അപ്പൊ സുദാസ് ചോദിച്ചു, അല്ല, ഒരാൾ വന്നിട്ട് പറഞ്ഞു 500, സേനാധിപൻ വന്നിട്ട് പറയുന്നു 5000, രാജാവ് പറഞ്ഞിട്ട് പറയുന്നു 50000 തരാം. അല്ല രാജാവേ, ഇതെന്താ പ്രശ്നം? 1 രൂപ പോലും വില കിട്ടാത്ത ഈ സാധനത്തിന് സീസൺ ആയതുകൊണ്ട് 1 രൂപ കിട്ടും, അതിന് ഇത്രയും വില തരുന്ന എന്തിനാണ്? എടാ, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇന്ന് ബുദ്ധൻ വരികയാണ്. ഇന്ന് ബുദ്ധൻ നമ്മുടെ നഗരത്തിൽ വരുന്നു. ബുദ്ധനെ താമരപ്പൂ കൊടുത്ത് സ്വീകരിക്കണം. പക്ഷേ താമരപ്പൂ എവിടെയും കിട്ടാനില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ സുദാസ് എന്ന പാവൻ ചെരുപ്പ് കുത്തി പറഞ്ഞു, ശ്രീബുദ്ധൻ വരുന്നെന്നോ? സാക്ഷാൽ ശ്രീബുദ്ധൻ വരുന്നെന്നോ? എന്നാൽ ഈ പൂ ഞാൻ ആർക്കും വിൽക്കുന്നില്ല. രാജാവ് ഞെട്ടി. രാജാവ് പറഞ്ഞു, എന്താ? എടാ, ഈ ഞാൻ തരുന്ന 50000 സ്വർണ്ണ നാണയം കൊണ്ട് നിന്റെ 10 തലമുറയ്ക്ക് സുഖമായിട്ട് ജീവിക്കാം. നീ ചെരുപ്പ് കുത്തിക്കൊണ്ടിരുന്ന നിനക്ക് എന്താ കിട്ടാനാണ്? അപ്പൊ അവൻ പറഞ്ഞു, അതൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സാക്ഷാൽ ബുദ്ധ ഭഗവാൻ വരുന്നുണ്ട് എങ്കിൽ ഈ പുഷ്പമാർക്ക് ശ്രീബുദ്ധന് കൊടുക്കാൻ എനിക്ക് വേണം. രാജാവ് പറഞ്ഞു, നിനക്ക് ഞാൻ എന്തും തരാം, എനിക്കൊന്നും വേണ്ടായേ. ഇവൻ അങ്ങനെ ബുദ്ധനെ തേടി നടക്കുകയാണ്. ബുദ്ധൻ വരുന്നിടത്തേക്ക് പോവുകയാണ്. അവർക്ക് രഥമുള്ളത് കൊണ്ട് ഇവനേക്കാൾ മുമ്പേ ചെന്ന് ബുദ്ധ ഭഗവാനെ കണ്ടു. അപ്പോൾ ബുദ്ധ ഭഗവാന്റെ അടുത്ത് അവർ പറഞ്ഞു, രാജാവ് പറഞ്ഞു, രാജാവ് ഞാൻ 50000 സ്വർണ്ണ നാണയം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും വേണ്ട എന്നൊരുത്തൻ പറഞ്ഞു അങ്ങേക്ക് പൂ തരാൻ. ബുദ്ധ ഭഗവാൻ ഒന്ന് ചിരിച്ചു. അപ്പോൾ ലവൻ വരുന്നു, സുദാസ് വരുന്നു. സുദാസ് വന്നിട്ട് പറഞ്ഞു, ബുദ്ധ ഭഗവാനേ, ഞാനൊരു പാവം ചെരുപ്പൂത്തിയാണേ. എൻ്റെ കൈ കൊണ്ട് ഈ താമരപ്പൂ തന്ന അങ്ങ് സ്വീകരിക്കുമോ? സ്വീകരിക്കണമേ ഭഗവാനെ, ഞാനൊരു പാവമാണേ, ഞാനൊരു താഴ്ന്ന ജാതിക്കാരനാണേ എന്ന് പറഞ്ഞപ്പോൾ ബുദ്ധ ഭഗവാൻ കരുണയോടുകൂടി അവനെ നോക്കി, കരുണയോടുകൂടി അവനെ തഴുകിയിട്ട് പറഞ്ഞു, സുദാസേ തരൂ. സുദാസ് ഭയഭക്തി ബഹുമാനങ്ങളോടെ ബുദ്ധന് കൊടുത്തു. ബുദ്ധന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ബുദ്ധൻ സുദാസിനെ എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, സുദാസേ, നിനക്ക് 50000 സ്വർണ്ണ നാണയങ്ങൾ ഇദ്ദേഹം തരും. നിന്റെ 3 തലമുറയ്ക്ക് സുഖമായി ജീവിക്കാം. എന്നിട്ടും നീ എന്തേ അവർക്ക് കൊടുക്കാഞ്ഞത്? ഭഗവാനേ, അടിയന് പണമല്ല വേണ്ടത്, അങ്ങയുടെ ഒരു ദർശനം,
അങ്ങയുടെ ഒരു ദർശനം, എനിക്ക് പണം വേണ്ട, ഒന്നും വേണ്ട ഭഗവാനേ, എനിക്ക് അങ്ങയുടെ ഒരു ദർശനം മതി. അടിയനത് കണ്ടു, അടിയനത് കണ്ടു, അങ്ങയെ കണ്ടു, ഇനി എനിക്കൊന്നും വേണ്ട, അടിയൻ പൊയ്ക്കോട്ടെ. ബുദ്ധ ഭഗവാൻ പറഞ്ഞു, അതെ, നിനക്കിനി ഒന്നും വേണ്ട, നീ സമ്പൂർണനായി കഴിഞ്ഞിരിക്കുന്നു. നീ നിന്റെ ഈ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം എന്നെ പ്രാപിക്കുന്നതാകുന്നു. നിനക്ക് ജനങ്ങൾക്ക്, താപസന്മാർക്ക് പോലും ദുർലഭമായ മോക്ഷം കിട്ടിയിരിക്കുന്നു. പക്ഷെ ആ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും സുദാസിന് മനസ്സിലായില്ല. സുദാസ് പറഞ്ഞു, അടിയൻ പൊയ്ക്കോട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തഥാസ്തു. ആ പാവം സുദാസ് നടന്നകലുന്നത് നോക്കി ശ്രീബുദ്ധനും രാജാവും എല്ലാം നിന്നു. അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു, ഇതാണ് ഭക്തൻ, ഇതാണ് ഭക്തൻ. 3 തലമുറയ്ക്ക് ജീവിക്കാനുള്ള പണം കിട്ടിയിട്ടും അവൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ടായേ, എനിക്കൊന്നും വേണ്ടായേ, എനിക്ക് ഭഗവാനെ മതിയേ, എനിക്ക് ഭഗവാനെ മതിയേ. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? എനിക്കൊന്നും വേണ്ട, ഗുരുവായൂരമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് എനിക്കൊന്നും വേണ്ട ഭഗവാനേ, എനിക്കൊന്നും വേണ്ട ഭഗവാനേ, ഗുരുവായൂരപ്പൻ മതിയേ, എൻ്റെ ഗുരുവായൂരപ്പൻ മതിയേ, എൻ്റെ കണ്ണം മതിയേ എന്ന് നിങ്ങൾക്ക് പറയാമോ? അങ്ങനെ പറയാമെങ്കിൽ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ഹൃദയത്തിൽ കയറും. ഗുരുവായൂരപ്പൻ ഹൃദയത്തിൽ കയറിയാൽ ലക്ഷ്മി ദേവി കൂടെ കയറും, സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന അങ്ങനല്ല. നിങ്ങൾ എന്താ പറയുന്നത്? ഭഗവാനേ, ഗുരുവായൂരപ്പ, എൻ്റെ മോനൊരു ജോലി കിട്ടിയാൽ ഒരു സ്വർണ്ണ വിളക്ക് കൊടുത്തേക്കാമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജോലി കിട്ടിയില്ലെങ്കിൽ ഭഗവാനെ ഗോവി ഇട്ടുകൊണ്ടിരുന്നാൽ മതി, ഞാനിത് തരുത്തില്ല. അത് ഭഗവാൻ കൈക്കൂലിക്കാരനല്ല, സുദാസിനെ പോലെ ആകണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ജോലി കിട്ടാൻ കാത്തിരിക്കുകയല്ല, ഭഗവാനെ എന്നും പറഞ്ഞ് വിളക്കാദ്യം കൊടുക്ക്. വിളക്ക് കൊണ്ടിയെന്ന് ഭഗവാന് കൊടുത്തിട്ട് എൻ്റെ മോന് ജോലി കിട്ടണമെന്ന് വേണമെങ്കിൽ പ്രാർത്ഥിച്ചോ. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ഭഗവാൻ അറിയാം, ഭഗവാൻ തരും. അപ്പോൾ ശരിക്കും ലക്ഷ്മി ദേവിക്ക് ലീലകളാടാൻ ഒരു സ്ഥലം വേണം. ലക്ഷ്മി ദേവി അമൃതിൻ്റെ കൂടെ വന്നതാണ്. അതുകൊണ്ട് അമൃത് എവിടെയാണോ വർഷിക്കപ്പെടുന്നത് അവിടെ ലക്ഷ്മി ദേവി കാണും. ഭഗവാന്റെ ശരീരം മുഴുവനും അമൃതമയമാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഹൃദയത്തിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു. ഭഗവാനാകട്ടെ തൻ്റെ ദേഹത്തെ അമൃത് മുഴുവനും ഭക്തന്റെ ഹൃദയത്തിൽ വർഷിക്കുന്നു. അതുകൊണ്ട് ഭക്തന്റെ മനസ്സിൽ ഭഗവാനുമുണ്ട്, ലക്ഷ്മി ദേവിയും ഉണ്ടെന്നാണ് 3ാമത്തെ വരിയുടെ അർത്ഥം. അപ്പോൾ 3ാമത്തെ വരി നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായല്ലോ. ഇനി 4ാമത്തെ വരി, അവസാനത്തെ വരിയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് അടുത്ത വരി എന്താണ്? സിഞ്ചത്. സിഞ്ചത് വർഷിക്കുക, ചൊരിയുക. എന്തു വർഷിക്കുന്നു? അമൃത് വർഷിക്കുന്നു. നമ്മുടെ 3ാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് സഞ്ചിന്തകാനാം. ആരുടെ ഉള്ളിലേക്കാണ് ഭഗവാൻ അമൃത് വർഷിക്കുന്നത്? തന്നെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക്. സഞ്ചിന്തകാനാം എന്ന് പറഞ്ഞാൽ തന്നെക്കുറിച്ച് ആരാണോ ചിന്തിക്കുന്നത് അവരുടെ ഉള്ളിലേക്ക് ഭഗവാൻ അമൃത് വർഷിക്കുന്നു. എന്ത്? വപു. വപു ശരീരം. അനുകൂലയെ, അത് ചേർത്തെഴുതുമ്പം വപുരനുകലയെ. വപു അധികം അനുകലയെ. വപു അധികം അനുകലയെ ചേർത്തെഴുതുമ്പം വപുരനുകലയെ. അനുകല ധ്യാനിക്കുന്നു. ആരാണോ ഭഗവാന്റെ ശരീരത്തെ ധ്യാനിക്കുന്നത് അവരുടെ ഉള്ളിലേക്ക് ഇതാ ആര് അമൃത് വർഷിക്കുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് അടുത്ത വാക്കിൽ പറയുന്നത്. മാരുതാകാരനാഥ. മാരുതാകാരനാഥൻ വർഷിക്കുന്നു. പിരിച്ചെഴുതുമ്പം മാരുത അധികം ആകാര അധികം നാഥ. എന്താ മാരുതാകാരനാഥ? ഗുരുവായൂരിൻ്റെ നാഥ. അപ്പൊ ഭഗവാനെക്കുറിച്ച് ആരാണോ ചിന്തിക്കുന്നത് അവരുടെ ഉള്ളിലേക്ക് ഭഗവാൻ അമൃത് ചൊരിഞ്ഞു കൊടുക്കുന്നു. ആ ദിവ്യരൂപം ആരാണോ ധ്യാനിക്കുന്നത് അവരുടെ ഉള്ളിലേക്ക് ഭഗവാൻ അമൃത് ചൊരിഞ്ഞു കൊടുക്കുന്നു. ഓർമ്മ വേണം, ഒരു തുള്ളി അമൃത് മതി ആനന്ദം ലഭിക്കാൻ. അമൃത് ലഭിക്കുന്നതോടുകൂടി സർവ്വ ദുഃഖങ്ങളും ഇല്ലാതാകും, ആനന്ദവും ഐശ്വര്യവും എല്ലാം ഉണ്ടാകും. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, ആരാണോ ഭഗവാൻ ശ്രീകൃഷ്ണനെ ധ്യാനിക്കുന്നത്
അങ്ങനെ ധ്യാനിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ ശരീരത്തിലുള്ള 70,000 വരുന്ന നാഡികൾ, ഒരു മനുഷ്യ ശരീരത്തിലെ 70,000 വരുന്ന നാഡികളിലേക്ക്, ഓർമ്മ വേണം ആർക്കാ? ഭഗവാൻ ശ്രീകൃഷ്ണനെ, ഗുരുവായൂരപ്പനെ ആരാണോ ധ്യാനിക്കുന്നത് അവൻ്റെ ശരീരത്തിലെ 70,000 വരുന്ന നാഡികളിലേക്ക് ഒരേ സമയം ഭഗവാൻ അമൃതൊഴുക്കി കൊടുക്കും. അപ്പോൾ 70,000 നാഡികളും അമൃത് കൊണ്ട് നനയും. ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നത് പോലെ ഭഗവാനെ ധ്യാനിക്കുന്നവൻ്റെ നാഡികളെ അമൃത് കൊണ്ട് നനയ്ക്കും. അങ്ങനെ നനയ്ക്കുമ്പോൾ അവനിൽ കുണ്ഡലിനി ശക്തി ഉണരും. അപ്പോൾ ഒരു യോഗിക്ക് അനുഭവിക്കുന്ന ആനന്ദം അവനുണ്ടാകും. അപ്പോൾ ഒരു യോഗി കഠിനമായ തപസ്സിലൂടെ വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്ന ആ കുണ്ഡലിനി ശക്തി ഉണർത്തുമ്പോൾ കിട്ടുന്ന ധ്യാനം, അതിനു വേണ്ടി കാട്ടിലും മേട്ടിലും പോകേണ്ട. നീ നിന്റെ വീട്ടിലിരുന്ന് ധ്യാനിച്ചാൽ, ഏത് ധ്യാനിച്ചാൽ? ഗുരുവായൂരപ്പൻ്റെ ശുദ്ധമായ രൂപം നീ ധ്യാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഗുരുവായൂരപ്പൻ എന്തു ചെയ്യും? അമൃത് ചൊരിയുകയും അമൃത് ചൊരിയുന്നതോടുകൂടി നിന്റെ നാഡികൾ നനഞ്ഞിട്ട് നിനക്ക് കുണ്ഡലിനി ശക്തി ഉണരുകയും ചെയ്യും. അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ്റെ ദിവ്യമായ വിഗ്രഹത്തെ ഞാൻ എപ്പോഴും ധ്യാനിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ ദിവ്യമായതും ശുദ്ധമായതും സത്വഗുണങ്ങൾ നിറഞ്ഞതും ഗുരുവായൂരമ്പലത്തിൽ വിലസുന്നതുമായ ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തെ ഞാൻ എന്തു ചെയ്യുന്നു? ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യാനിക്കുന്നവൻ ആരാണോ അവന് സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകും, സമ്പത്തുണ്ടാകും, ആരോഗ്യങ്ങളുണ്ടാകും. ഇത് മൂന്നും നമ്മുടെ പട്ടതിരിപ്പാടിന് ഉണ്ടായി. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. പട്ടതിരിപ്പാട് പറയുന്നത് വേറൊന്നുമല്ല. പട്ടതിരിപ്പാട് പറയുന്നു നിങ്ങളുടെ കുണ്ഡലിനി ശക്തി ഉണരണം. ഈ കുണ്ഡലിനി ശക്തി ഉണരാൻ മെഡിറ്റേഷൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ യോഗികൾക്കൊക്കെ എപ്പോഴേ കുണ്ഡലിനി ശക്തി ഉണർന്നേനായിരുന്നു. പട്ടതിരിപ്പാടൊരു എളുപ്പ വഴി പറഞ്ഞു തരുന്നു. കുണ്ഡലിനി ശക്തി ഉണർന്ന് അമൃത് വ്യാപിക്കുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണൻ്റെ രൂപത്തെ എല്ലാം മറന്ന് ധ്യാനിച്ചാൽ മതി. എല്ലാം മറന്ന് ശ്രീകൃഷ്ണൻ്റെ രൂപത്തെ ധ്യാനിച്ചാൽ നിന്റെ ശരീരത്തിലെ 70,000 നാഡികളിൽ ഭഗവാൻ അമൃതൊഴുക്കും. അമൃത് കൊണ്ട് ഇത് നനയും. നനയുമ്പോൾ കുണ്ഡലിനി ശക്തി ഉണരും. അപ്പോൾ നിനക്ക് സർവ്വ ആനന്ദമാണ്. പിന്നെ നിനക്ക് എപ്പോഴും ആനന്ദമുണ്ടാകും. അങ്ങനെ ആനന്ദമുണ്ടായാൽ, അതായത് ഗുരുവായൂരപ്പൻ അമൃതിൻ്റെ ഒരു തുള്ളി ഒഴിച്ചു തന്നാൽ നീ ജീവിച്ചിരിക്കുമ്പം ധനമുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, മനസുഖമുണ്ടാകും, രോഗങ്ങൾ വരില്ല. മനസ്സിലായ? എന്ന് മാത്രവുമല്ല, ഒടുവിൽ നിന്റെ ജീവൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ ആത്മാവാകുന്ന പശു, ആത്മാവിനെ പശു എന്നാണ് വിളിക്കുന്നത്. അതിന് വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാൻ പെട്ടെന്ന്, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് പശു. ഗോപാലകനാണ്, പശുക്കളെ മേയ്ക്കുന്നവനാണ് ഭഗവാൻ. ഈ ശരീരത്തെ മേയ്ക്കുന്നത് ഭഗവാനാണ്. ദിലീപ് കുമാർ എന്ന ഈ വ്യക്തിക്ക് എന്തെങ്കിലും നാക്കെടുത്ത് പറയാൻ സാധിക്കുന്നത് ഇതിനകത്ത് ഗുരുവായൂരപ്പൻ ഉള്ളത് കൊണ്ടാണ്. ഈ ദേഹമാകുന്ന പശുവിൻ്റെ നാവില് അവസാന കാലം വരുമ്പോൾ നാരായണ നാമവും കിട്ടുമെന്ന് ഗുരുവായൂരപ്പനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അമൃതങ്ങോട്ട് തരും ഗുരുവായൂരപ്പൻ. അതങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പത്ത് കിട്ടും, ഐശ്വര്യം കിട്ടും, മനസ്സമാധാനം കിട്ടും, നിങ്ങൾക്ക് സർവ ആനന്ദങ്ങളും കിട്ടും, രോഗങ്ങൾ വരില്ല. ഒടുവിൽ ഈ ശരീരമാകുന്ന ആത്മാവാകുന്ന ശരീരമാകുന്ന പശു അങ്ങോട്ട് തളരും. അവസാന കാലമെടുക്കുന്നു, മരണമെടുക്കുന്നു. അങ്ങനെ മരണമെടുക്കാൻ പോകുമ്പോൾ ഈ നാവിനകത്ത് അമൃതം പോലെ നാരായണന്റെ ശബ്ദം ഉരുവിടാൻ നാരായണൻ അനുഗ്രഹിക്കും. അല്ലാതെ നമ്മൾ ICUവിനകത്ത് ബോധം കെട്ട് കിടക്കുന്നവൻ എങ്ങനെയാണ് അവസാന കാലത്ത് നാരായണ നാമം ജപിക്കുന്നത്? മനസ്സിലായ? നമ്മൾ മരിക്കുന്നതിന് 10 ദിവസം മുമ്പേ ബോധം കെട്ട് കിടക്കുക, കോമ സ്റ്റേജ് എന്നൊക്കെ പറയും. ആ സ്റ്റേജിൽ മരിക്കണോ നിങ്ങൾക്ക്? പറ.
നിങ്ങൾക്ക് കോമാ സ്റ്റേജിൽ മരിച്ചാൽ മതിയോ? മരിച്ചാൽ മതിയെങ്കിൽ എൻ്റെ ഗുരുവായൂരപ്പനെ വിട്, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. അതല്ല, ആ മരിക്കുന്ന സമയത്ത് ഈ നാവിനകത്ത് ഗുരുവായൂരപ്പൻ്റെ നാമം നാരായണ എന്ന നാമം ജപിക്കണം. ആ നാമം ജപിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ദൂതന്മാർ വരും, അവർ നടക്കും, അവരുടെ കൂടെ നമ്മളും നടക്കും. നമ്മുടെ ബോഡി മാത്രം അവിടെ കിടക്കും. നമ്മുടെ ശരീരത്തിൽ നിന്നൊരു വെളുത്ത പുക ഉണരും. ആ വെളുത്ത പുകയ്ക്ക് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ എക്ടോപ്ലാസം എന്ന് വിളിക്കും, നമ്മളതിന് ആത്മാവെന്ന് വിളിക്കും. ഇഷ്ടമുള്ള പേര് വിളിച്ചോ. മരണമടുക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ കൃപയാൽ കോമാ സ്റ്റേജിൽ ഒന്നും കിടക്കാതെ, അങ്ങനെ കിടക്കാതിരിക്കാനാ നാരായണീയം വായിക്കുന്നത്. ഗുരുവായൂരപ്പനെ ധ്യാനിക്കുമ്പോൾ അവസാനമായി കണ്ണുകൾ അടയാൻ പോകുന്നു, ശരീരമൊക്കെ കുഴയുന്നു, പ്രാണൻ ദേഹത്തുനിന്ന് പോകാൻ പോവുകയാണ്. അപ്പൊ അറിയാതെ നാവ് പൊങ്ങണം, അമൃതം പോലെ നാരായണ നാമം. അപ്പൊ വിഷ്ണുവിൻ്റെ ദൂതന്മാര് വരും. വിഷ്ണുവിൻ്റെ ദൂതന്മാര് വരുമ്പോൾ ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഇതിനകത്തുനിന്നൊരു വെളുത്ത പുകയുടെ രൂപത്തിൽ ആത്മാവുണരും. ആത്മാവ് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ യൗവനത്തിലെ രൂപം പ്രാപിക്കും. അങ്ങനെ പറയുന്നത് 90 വയസ്സുള്ള ആൾ മരിച്ചാലും യൗവനത്തിലെ രൂപം പ്രാപിക്കും. പ്രാപിച്ചിട്ട് വിഷ്ണുവിൻ്റെ ദൂതന്മാര് നടന്നു പോകുന്നതിൻ്റെ പിന്നാലെ നാരായണ 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 ജപിച്ചു പോകാൻ പറ്റും. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ രൂപത്തെ ധ്യാനിച്ചാലെന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. പറ, അങ്ങനെ പോണ്ടേ? കോമാ സ്റ്റേജിൽ കിടന്ന് മരിച്ചാൽ മതിയോ? ഒരു ബോധവുമില്ലാതെ ICUവിൽ കോമാ സ്റ്റേജിൽ കിടന്ന് മരിക്കണോ? അതോ മരണസമയമെടുക്കുമ്പോൾ നാരായണ നാരായണ എന്നീ നാക്കെടുത്ത് പൊക്കി വിളിച്ചിട്ട് വിഷ്ണുവിൻ്റെ ദൂതന്മാരുടെ കൂടെ ആ ദിവ്യപ്രഭയുടെ പിന്നാലെ നമ്മുടെ ഗുരുവായൂരപ്പനെ, നമ്മുടെ നാരായണനെ കാണാൻ പോണ്ടേ? ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ രമേശൻ നായർ എന്ന കവി എഴുതി കൊടുത്ത് യേശുദാസ് അതിസുന്ദരമായി പാടിയത്. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം, ഹരിനാരായണ 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 നാമം. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.